നമുക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നമ്മൾ പറഞ്ഞെത്തിയത് അവിടുത്തെ ചില പ്രധാനപ്പെട്ട ചില മുഅ്ജിസത്തുകളിലേക്ക് സൂചിപ്പിച്ച് വൃക്ഷങ്ങളും മറ്റും അവിടുത്തെ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് വന്നതിനെ സംബന്ധിച്ചും അവിടുന്ന് സഞ്ചരിക്കുമ്പോൾ മേഘക്കുട തണലിട്ടതിനെ പറ്റിയും പറഞ്ഞിട്ട് പല സന്ദർഭങ്ങളിലായി അവിടത്തെ നെഞ്ഞ് കീറി ഹൃദയം പുറത്തെടുത്ത് അതിനെ സംസം കൊണ്ട് കഴുകി തൽസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടിയതിലേക്ക് വരെ സൂചന ചെയ്തുകൊണ്ടും പിന്നെ അവിടുത്തെ മഹത്തായ മറ്റൊരു മുഅ്ജിസത്താവുന്ന ചന്ദ്രൻ പിളർന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടും നമ്മൾ നിർത്തിയതായിരുന്നു. ഇനി തുടർന്നുള്ള ഭാഗങ്ങളാണ് നമുക്ക് ഓതാനുള്ളത്. നമ്മളെ പ്രിയപ്പെട്ട കാവുമ്പടി ഉസ്താദ് ഒന്ന് പാടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ വിവരണത്തിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ മഹബ്ബത്ത് വെക്കാനും അവിടുത്തെ മനസ്സിലാക്കി ഇത്തിബായ് ചെയ്യാനും നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ أبدا على حبيبك خير الخلق كلهم وما حاوى الغار من خير ومن كرم وكل طرف من الكفار عنه عمي فالصدق في الغار وصديق لم يرما وهم يقولون ما بالغار من عارمي ظنوا الحمام وظنوا العنكبوت على خير البارية لم تنسج ولم تحمي وقاية الله أغنت عن مضاعفة من الدروع وعن عالم من الأتم ما سماني الدهر ضيما واستجرت به إلا ونلت جوارا منه لم يضامي ونلت مستغنى دارين من يده إلا استلمت الندى من خير مستلمي لا تنكر الوحي من رؤياه إن له قلبا إذا نامت العينان لم ينمي وذاك حين بلوغ من نبوته فليس ينكر فيه حال محتلم تبارك اللهم وحي بمكتسب ولا نبي على غيب بمتهم كم أبرأت وصيبا باللمس راحته وأطلقت آريبا من ربقة الأمام وأحيت السنة شهباء دعوته حتى حكت غرة في الأعصور الدهم بعريض جاد أو خلت البطاح بها سيب من اليم أو
حسين من العلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. ما شاء الله تبارك الله. الله تعالى بركته ورعاته. بسم الله الرحمن الرحيم. وبه نستعين. وما حوى الغار. നേരത്തെ പറഞ്ഞ അഖ്സംതുമക്ക് അത്ഫ് ചെയ്തുകൊണ്ടാണ് അർത്ഥം പറയുന്നത്. അഖ്സംതു ബിൽ ഖമരി അൽ മുൻഷഖി, പിളർന്നതായ ഖമറിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്തു പറയുന്നു. എന്നിട്ട് പറയാം വമാ, ഒന്നിനെ കൊണ്ടും ഒരു ആളെ കൊണ്ടും ഞാൻ സത്യം ചെയ്ത് പറയുന്നു. ഖമറിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് പോലെ വമാ, ഒന്നിനെ കൊണ്ട്, മാ എന്ന് പറഞ്ഞാൽ മന്നാണ് ഉദ്ദേശം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്. എങ്ങനത്തെ ഒരാളാണ് ഹവൽ ഗോറു, ആ ഗോറ്, അൽ ഗോറ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതാണല്ലോ. സൗർ പർവ്വതത്തിലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവും കൂടി മദീന ശരീഫിലേക്ക് ഹിജ്റ പുറപ്പെടുമ്പോൾ ശത്രുക്കളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി വടക്കോട്ട് പോകേണ്ടതിന് പകരം തെക്ക് ഭാഗത്തേക്ക് പോയി സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ 3 ദിവസം ഒളിഞ്ഞിരുന്നല്ലോ. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അൽ ഗാർ എന്ന് പറഞ്ഞത്. സൗർ പർവ്വതത്തിലുള്ള ആ ഗുഹ, അത് ഒരുമിച്ച് കൂട്ടിയ അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ട ഒരു വ്യക്തിത്വത്തെയുമാണ് സത്യം. ആരായിരുന്നു ആ സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ ആ ഗുഹ ഒരുമിച്ച് കൂട്ടിയ വ്യക്തിത്വം? മിൻ ഖൈരിൻ, മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മസ്തർ കൊണ്ടിട്ട് വസ്ഫ് പറഞ്ഞ മുബാലഗത്തിനാണ് എന്നാണല്ലോ. അങ്ങനെ എന്തൊക്കെ ഖൈറുണ്ടോ വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും, അതുപോലെ ഖൈറ് എന്ന് പറയാൻ പറ്റുന്ന ദുന്യവയും മുഖറയുമായ എന്തുണ്ടോ അതിന്റെ മുഴുവനും ജീവിക്കുന്ന സമ്പൂർണ്ണ രൂപമായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വമിൻ കറമി, ഔദാര്യത്തിന്റെ പ്രതിരൂപമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ആ ഓറ് ഒരുമിച്ച് കൂട്ടിയ വ്യക്തിത്വങ്ങളാണത്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് പല ഗുണങ്ങളും പറയാനുണ്ടെങ്കിലും ഇവിടെ കറമ പ്രത്യേകം പറയാൻ കാരണം അവിടത്തെ മുഴുവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദാനം ചെയ്തതുകൊണ്ട് എത്രത്തോളം സ്വന്തം ശരീരത്തെ പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ദാനം ചെയ്തതായതുകൊണ്ടാണ് അവിടെ കറമ് എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ വിശേഷിപ്പിക്കാൻ കാരണം. എപ്പോഴും അങ്ങനെ തന്നെയാണെങ്കിലും ഈ ഹിജ്റ യാത്രയിൽ പ്രത്യേകിച്ച് രാത്രി ഇരുട്ട് കൂടിയ സമയത്ത് ആ പർവ്വതത്തിന് മുകളിൽ നടന്നെത്തിയപ്പോ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ആ ഗുഹയിൽ ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവേശിക്കാൻ അനുവദിക്കാതെ, കാരണം ഈ കാടും മലയും മനുഷ്യവാസമില്ലാത്ത ഈ സ്ഥലത്ത് പലതരത്തിലുള്ള ഉപദ്രവിക്കുന്ന ജീവികളും പാമ്പ്, തേള് പോലെയുള്ള പലതും ഉണ്ടാവാം. അപ്പോ വല്ല ഉപദ്രവവും വല്ല ജീവികളിൽ നിന്നും വരികയാണെങ്കിൽ അത് തനിക്ക് വന്നോട്ടെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു ഉപദ്രവവും വരരുത് എന്ന് കരുതി സ്വന്തം ശരീരത്തെ ഹബീബിന്റെ സംരക്ഷണത്തിനു വേണ്ടി സംഭാവന ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ 3 ദിവസത്തെ താമസ സമയത്ത് മകനും മകളും ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ ചെയ്തതിന്റെ പുറമെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തന്നെ ഒരുക്കി തയ്യാറാക്കിയിരുന്ന വാഹനപ്പുറത്താണ് യാത്ര പുറപ്പെടുന്നത്. അപ്പം ദേഹം കൊണ്ടും ധനം കൊണ്ടും കുടുംബം കൊണ്ടും പൂർണ്ണമായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമർപ്പിച്ച സമർപ്പണം ആണ് ഈ കർമ്മ കൊണ്ട് ഇവിടെ വീക്ഷിക്കുന്നത്. അങ്ങനെ
സ്വയം സമർപ്പണത്തിന്റെ പ്രതിരൂപമായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഐഹികവും പാരത്രികവുമായ സർവ നന്മയുടെയും പ്രതിരൂപമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമാകുന്ന ആ പർവ്വതത്തിന്റെ ഗുഹയിൽ ഒരുമിച്ച് കൂട്ടിയ മഹാന്മാരെ തന്നെയാണ് സത്യം. വകുല്ലു തൊറഫിൻ, ഏത് നിലക്കാണ് ആ ഗുഹയിൽ ഖൈറാവുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കറമാവുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും ആ ഗുഹയ്ക്കുള്ളിൽ ഒരുമിച്ച് കൂടിയത്? വകുല്ലു തൊറഫിൻ, എല്ലാ കണ്ണുകളുമായ നിലക്ക്, ഹാരിയായിട്ട് വാവ്. വകുല്ലു തൊറഫിൻ, എല്ലാ കണ്ണുകളുമായ നിലക്ക് അമിയ അൻഹു, ആ ഗുഹക്കുള്ളിലുള്ള മഹാന്മാരെ തൊട്ട് അന്ധത ബാധിച്ചവരായിട്ട്. ആരെ കണ്ണ്? മിനൽ കുഫാരി, കാഫറുകളാ. വകുല്ലു തൊറഫിൻ മിനൽ കുഫാരി, കാഫറുകളിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും കണ്ണുകൾ ആയ നിലക്ക് അൻഹു അമി, ആ ഗുഹയിലൊഴിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെയും മാ കൊള്ള മടക്കാവുന്നതാണ് അൻഹു എന്ന് പറഞ്ഞു. അപ്പോ ഗുഹക്കകത്തിരിക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ശത്രുക്കൾ കാണാതെ ആ കണ്ണുകൾക്ക് അന്ധത ബാധിച്ച നിലക്ക് തൊട്ട് സമീപത്ത് എത്തിയിട്ട് പോലും ഗുഹക്കകത്തിരിക്കുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളെയോ അടുത്തെത്തിയ കാഫറുകൾക്ക് കാണാത്ത നിലക്ക് അവരുടെ കണ്ണിന്റെ കാഴ്ചകളെ അല്ലാഹു തആല മറച്ചു കളഞ്ഞു. ആ നിലക്ക് തൊട്ടു സമീപത്തുള്ള ശത്രുക്കൾക്ക് കാണാൻ പറ്റാത്ത നിലക്ക് ആ ഗുഹക്കകത്ത് മറയിട്ട് കൊടുത്തുകൊണ്ട് ആ ഗുഹയിൽ ഒരുമിച്ച് കൂടിയ മഹാന്മാരുടെ അത്ഭുതം തന്നെയാണ് സത്യം. അല്ലെങ്കിൽ ആ അത്ഭുതം സൃഷ്ടിച്ച റബ്ബാണ് സത്യം. രണ്ടും പക്കം. ഫസ്സുദ്ഖു, അങ്ങനെ സത്യത്തിന്റെ പ്രതിരൂപമാവുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിൽ ഗാരി, ആ സൗർ പർവ്വതത്തിന്റെ ഗുഹക്കുള്ളിലുണ്ട്. വസ്സിദ്ദീഖു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു തങ്ങളും എവിടെയുണ്ട്? ഫിൽ ഗാരി, അവർ രണ്ടുപേരും ആ ഗുഹക്കകത്തുണ്ട്. ലം യരിമ, അവർ രണ്ടുപേരും അവിടെ തന്നെ നിലകൊണ്ടു. അങ്ങനെ ഒരർത്ഥം. ലം യരിമ എന്ന ലം യബ്റഹ എന്ന അർത്ഥത്തിന്. അപ്പൊ അവരവിടെ തന്നെ നിലകൊണ്ടു, അവരെവിടെയും പോയില്ല. ശത്രുക്കൾ ചുറ്റും കണ്ണു തുറന്ന് ശ്രദ്ധാപൂർവം അന്വേഷിച്ച് സമീപത്തെത്തിയിട്ടും അവരെ കണ്ടില്ലെന്ന് മാത്രമല്ല, മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹും അതിനകത്ത് തന്നെ സുരക്ഷിതരായി നിലകൊണ്ടു. വഹും, അപ്പോ ഈ മുശ്രിക്കീങ്ങളാണെങ്കിലോ യഖൂലൂന, അവർ പറയുന്നു, മാ ബിൽ ഗാരി, ആ ഗുഹക്കകത്ത് ഇല്ല, മിൻ അരിമിൻ, ഒരാളുമില്ല. അരിമ് അഹദ് എന്നുള്ള അർത്ഥത്തിനാണ്. മിൻ അരിമി, മിൻ അറമ് എന്നൊരു റിവായത്തും ഉണ്ട്. അറമ് എന്നാണ് സിദ്ദീഖിന്റെ, മുഹമ്മദ് ബിൻ അലി ഇബ്ൻ അല്ലാൻ സിദ്ദീഖ് പറയുന്നത് അറമ് എന്ന് വെച്ചിട്ടാണ്. അപ്പോഴും അർത്ഥം മാറുന്നില്ല. ഇമാം ബാജുരിന്റെ റിവായത്ത് നമ്മൾ സാധാരണ ചെല്ലുന്നത് പോലെ അരിമി എന്നാണ്, കസ്റുണ്ട്. രണ്ടും മാനക്ക് കുഴപ്പമൊന്നുമില്ല. മിൻ അഹദിൻ എന്ന് തന്നെയാണ്. അതായത് അവരുടെ കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ധത ബാധിപ്പിക്കുകയും എല്ലാവർക്കും കാണുന്നുണ്ട്, ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കാണുന്നുണ്ട്. പക്ഷെ തൊട്ടടുത്തെത്തിയിട്ടും ഗുഹക്കകത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളെയോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ കാണാൻ പറ്റാത്ത നിലക്കുള്ള ഒരു അന്ധത അവർക്ക് കൊടുത്തു. എന്നാൽ സത്യത്തിന്റെ പ്രതിരൂപമാവുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ ഗുഹയിൽ തന്നെ ഉണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹും അതേ ഗുഹയിൽ തന്നെ ഉണ്ട്. അവർ രണ്ടുപേരും അവിടുന്ന് എവിടെയും പോയില്ല, അവരവിടെ ഇരിക്കുന്നു. പക്ഷേ മുശ്രിക്കീങ്ങൾ നോക്കിയിട്ട് പറയാണ്, മാ ബിൽ ഗാരി, ഈ ഗുഹക്കകത്തില്ല, മിൻ അരിമിൻ, ഒരാളും ഇല്ല എന്ന് അവർ പറയുന്നു. അപ്പൊ അവർക്ക് കാഴ്ച മറിഞ്ഞു, കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ആരും ഇല്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല പിന്നെ എന്ത് സംഭവിച്ചു? അങ്ങനെ ഗുഹക്കകത്ത് ആരും ഇല്ല എന്നവർ പറയാൻ കാരണം എന്താണ്? വന്നുൽ ഹമാമ വന്നുൽ അൻകബൂതാല ഖൈറിൽ ബരിയത്തി ലം തൻസുജ് വലം തഹുമി. കുറച്ചു ദൂരം നോക്കിയപ്പോ വന്നു, അവര് ഊഹിച്ചു, അൽ ഹമാമ, മാടപ്രാവിനെ, ലം തഹുമ അലാ ഖൈറിൽ ബരിയത്തി,
സൃഷ്ടികളിൽ അത്യുത്തമരായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചുറ്റുമായി ഈ മാടപ്രാവ് വെട്ടമിട്ട് പറക്കില്ല എന്ന് അവര് ധരിച്ചു. അതായത് അവർ കുറച്ചടുത്ത് ദൂരത്തെത്തിയപ്പോ സാധാരണ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനുമായി ഇണങ്ങാത്ത ഒരു തരം പ്രാവ്, മാടപ്രാവുകളിൽപ്പെട്ടുള്ള ആ പ്രാവ് ആ ഗുഹാമുഖത്ത് പറക്കുന്നത് കണ്ടു. കുറച്ചങ്ങോട്ട് അല്ലോ അടുത്ത് ചെന്നപ്പോ വന്നു അവര് ഊഹിച്ചു അൽ അങ്കബൂത്ത ചിലന്തി, കാട്ടുചിലന്തിയെ ലം തൻസുജ് അത് വല നെയ്ത് കൂടുണ്ടാക്കില്ല അലാ ഖൈരിൽ ബരിയത്തി സൃഷ്ടികളിൽ ഉത്തരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേല് എന്ന് പറഞ്ഞാൽ രണ്ട് വന്നു പറയാൻ കാരണം രണ്ടവസ്ഥയിലുള്ള വന്നാണ് എന്നർത്ഥം. കുറച്ചു ദൂരത്തു നിന്ന് തന്നെ കാണാം മനുഷ്യനുള്ളിടത്തേക്ക് അടുക്കാതെ കാട്ടിൽ മാത്രം വസിക്കുന്ന ഒരു തരം പ്രാവ് ഈ ഗുഹാമുഖത്ത് പറക്കുന്നു. അപ്പോ ഒരു മനസ്സിലാക്കി അതിന്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ആ പ്രാവ് അതിന്റെ ആ ഗുഹാമുഖത്ത് പറക്കൂല. ഒന്നും കൂടി അടുത്ത് ചെന്നപ്പോ കാട്ടുചിലന്തി വല കെട്ടി കാണുന്നുണ്ട്. തന്നെയല്ല പൊടിക്കാറ്റടിച്ചിട്ട് ആ ചിലന്തി വല ആകെ മണ്ണ് പിടിച്ചിട്ടുമുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആരും ഉണ്ടാവില്ല എന്നവര് എന്തായാലും ഉറപ്പിച്ചു. മാത്രല്ല ഉമയ്യത്ത് ബിൻ ഖലഫ് എന്ന് പറയുന്ന പോലെ കൂട്ടത്തിൽപ്പെട്ട വലിയ നേതാവുണ്ട്. അവൻ പറഞ്ഞു എന്നാലും ഒന്ന് നോക്കിക്കളാന്ന് ആരോ പറഞ്ഞു. അടുത്ത് പോയി നോക്കിയോര് പറഞ്ഞു അതിന്റെ ഉള്ളിൽ ആരും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉമയ്യത്ത് ബിൻ ഖലഫ് പറയാ ഒമാറാക്കും ഇന്ന ഫീഹില അങ്കബൂത്തൻ അഖദമ മീലാദി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ വല കെട്ടിയ ചിലന്തി ഇപ്പോഴും അതിന്റെ പക്കത്തുണ്ട്. അതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യൻ കടന്നുണ്ടെങ്കിൽ ചിലന്തി വല അവിടെ ഉണ്ടാവുമോ എന്ന് പറഞ്ഞു. അങ്ങ് ചിലന്തി വല കണ്ടപ്പോൾ അടുത്തെത്തിയിട്ട് ചിലന്തി വല കണ്ടപ്പോഴും കുറച്ചു ദൂരന്ന് ചുറ്റും മാടപ്രാവ് പറക്കുന്നത് കണ്ടപ്പോഴും അവര് വിചാരിച്ചു ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സമീപത്ത് അതിനുള്ളിലുണ്ടെങ്കിൽ അതിന്റെ തൊട്ടു മുകളിലായി ഈ മാടപ്രാവ് പറക്കില്ല എന്നും ആ ഗുഹാമുഖത്ത് കാട്ടുചിലന്തി വല കെട്ടില്ല എന്നും അവര് ധരിച്ചു വശായി. അപ്പൊ ആദ്യം തന്നെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തആല മറച്ചു കളഞ്ഞു. അതോടുകൂടി അവരുടെ ചിന്തയെയും പിന്മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഉള്ളിൽ കയറി നോക്കാനുള്ള ഒരു ചിന്താഗതി കൊടുക്കാതിരിക്കാൻ വേണ്ടി കാട്ടുപ്രാവിനെ കൊണ്ടും കാട്ടുചിലന്തിയെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദൃഷ്ടിയെ, അവരുടെ ചിന്തയെ മാറ്റിച്ചു, അവരെ തെറ്റിദ്ധരിപ്പിച്ചു. അവര് അങ്ങനെ ധാരണ അവിടെ ആരും ഉണ്ടാവില്ല എന്ന് ധരിച്ചുകൊണ്ട് തിരിച്ചുപോയി. എന്നാൽ എങ്ങനെയാണ് ജീവനോടുകൂടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കുന്നവർക്ക് 100 ഒട്ടകം ഇനാമ് പ്രഖ്യാപിച്ചിട്ട് അത് കിട്ടണം എന്ന് ആഗ്രഹിച്ച് വന്ന ഈ ശത്രുക്കൾ തൊട്ട് സമീപം വരെ എത്തിയിട്ട് കണ്ടില്ലെന്ന് മാത്രമല്ല ചിലന്തി വരെയും പ്രാവിൻ പറക്കുന്നതും കണ്ടിട്ട് എന്തേ അവിടെ തിരിച്ചു പോകാൻ കാരണം എന്ന് പറയുന്നത്. അതിന്റെ അടുക്ക് ഇവിടെ മനസ്സിലാക്കണം, ഈ അർത്ഥം വെക്കുന്നോടത്ത് കുറച്ചൊരു വട്ടത്തിരിച്ചിലുണ്ട്. അതിന് വന്നുൽ ഹമാമ ഈ പ്രാവിനെ, മാടപ്രാവിനെ ഈ മുശ്രിക്കുകളായ ആളുകൾ ധരിച്ചു. എന്ത് ധരിച്ചു? ലം തൻസുജ്, അങ്ങനെയാണ് നേരെ ബന്ധം. ഈ അല്ല ലം തൻസുജ് ലാസ്റ്റിക്കല്ല, അല്ല ആദ്യം മറ്റേ വന്നുൽ അങ്കബൂത്ത് അലാ ഖൈരിൽ ബരിയത്തിൽ ലം തൻസുജ് എന്ന്. അപ്പോ ലഫ് നസർ വൈറുമുറത്തബാണ് അവിടെ ഉള്ളത്. വന്നുൽ ഹമാമ മാടപ്രാവിനെ അവർ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? ലം തഹം, അതിങ്ങനെ വട്ടമിട്ട് പറക്കൂല. എവിടെ? അലാ ഖൈരിൽ ബരിയത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യോത്തമനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന ഗുഹയ്ക്ക് മുകളിൽ മനുഷ്യനിവാസമുള്ളവർക്ക് വരാത്ത ഇണങ്ങാത്ത കാട്ടുപ്രാവ് പറക്കില്ല എന്നവർ വിചാരിച്ചു. പിന്നെ പറഞ്ഞു വന്നുൽ അങ്കബൂത്ത, ചിലന്തിയെ, കാട്ടുചിലന്തിയെ അവർ വിചാരിച്ചു. ലം തൻസുജ്, അത് വല നെയ്യുകയില്ല അലാ ഖൈരിൽ ബരിയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഗുഹക്കകത്തുണ്ടെങ്കിൽ ആ ഗുഹാമുഖത്ത് ചിലന്തി വല നെയ്യില്ല. അപ്പൊ ലം തൻസുജ് എന്നത് അങ്കബൂത്തിന് ബന്ധപ്പെട്ടതാണ്. ലം തഹം എന്ന് പറയുന്നത് ഹമാമിന് ബന്ധപ്പെട്ടതാണ്. പറയാനാണെങ്കിലും ആദ്യം ഹമാമാണ് പറഞ്ഞത്, പിന്നെയാണ് അങ്കബൂത്ത് പറഞ്ഞത്. അങ്ങനെ ഒരു തർത്തീബ് വ്യത്യാസം ഉണ്ട് എന്നർത്ഥം. എന്തുകൊണ്ട് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെയും പിടികൂടാനോ കണ്ടെത്താനോ അവർക്ക് കഴിഞ്ഞില്ല? വിഖായത്തുല്ലാഹി അഗ്നത് അൻ മുദാഅഫതി മിനദ് ദുറൂഇ വഅൻ നാലിം മിനൽ ഉതുമി.
വിഖായത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ സംരക്ഷണം, ആ അള്ളാഹുവിന്റെ നേരിട്ടുള്ള മഹത്തായ സംരക്ഷണം അഗ്നത്, അത് ഐശ്വര്യമാക്കി, ആവശ്യമില്ലാതാക്കി. എന്തിനെ തൊട്ട് ആവശ്യമില്ലാതാക്കി? അൻ മുദാഅഫത്തിൻ മിനദ് ദുറൂഅ്, ഒന്നിന്റെ മുകളിൽ ഒന്നായി ഡബിളായി ഇടുന്ന പടയങ്കിയിലേക്ക് ആവശ്യമില്ലാതായി. നല്ല ശത്രുക്കളുമായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ സാധാരണ ആയുധമേൽക്കാതിരിക്കാൻ വേണ്ടി ഒരു പടയങ്കി ഇടും. അപൂർവം സന്ദർഭങ്ങളിൽ 2 പടയങ്കി ധരിക്കും. ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ അങ്ങനെയായിരുന്നു. 2 പടയങ്കി, ഒന്നിന്റെ മുകളിൽ ഒന്ന്. വേറൊന്നുണ്ട്, പടയങ്കി ഒന്ന് തന്നെയാണ്, എല്ലാം ഇരട്ടക്കണ്ണിയായിട്ട്. സാധാരണ ഒറ്റക്കണ്ണിയായിട്ടാണ് കമ്പി കൊണ്ട് ഈ ഇരുമ്പിന്റെ ചെറിയ ചെറിയ ചങ്ങലക്കണ്ണി പോലുള്ള കണ്ണികൾ കുടിപ്പിച്ചിട്ടാണ് പടയങ്കി ഉണ്ടാക്കുന്നത്. അത് ഒന്നിനു പകരം ഇരട്ടിട്ടിട്ട് ഡബിൾ ഇട്ടിട്ടുള്ള പടയങ്കി ഉണ്ട്. അതിനാണ് മുദാഅഫത്ത് എന്ന് പറയുന്നതുണ്ട്. അതല്ല, ഒരു പടയങ്കിക്ക് മുകളിൽ മറ്റൊരു പടയങ്കി എന്ന് പറഞ്ഞാൽ അമിത സുരക്ഷിതത്വം ലക്ഷ്യം വെച്ചുകൊണ്ട് ശക്തമായ ഒന്നിലധികം പടയങ്കിയൊക്കെ ധരിച്ചിട്ട് പോകേണ്ട അത്രയും ഭീകര അന്തരീക്ഷത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഒരു പടയങ്കിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ കാവല് കൊണ്ട് പടയങ്കി ഇല്ലാതെ തന്നെ ശത്രുവിന്റെ ആയുധത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അള്ളാഹുവിന് ആവും. മാത്രമല്ല, വൻ ആരിൻ മിനൽ ഉത്തുമി, ഉയർന്ന ശക്തമായ കോട്ടയെ തൊട്ടും ആവശ്യമില്ലാതാക്കി. എന്നാൽ ശത്രുക്കളെ പ്രതിരോധിക്കാൻ കഴിയാത്ത വലിയ ശത്രുക്കൾ വരുമ്പോൾ അവരെ ഉപദ്രവത്തിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കാൻ വേണ്ടിയിട്ട് ശക്തമായ ഉയർന്ന കോട്ടകൾ കെട്ടാറുണ്ട്. അങ്ങനെ കോട്ടയുടെ സുരക്ഷിതത്വത്തിലോ അല്ലെങ്കിൽ ശത്രുവുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് പടയങ്കിയുടെ സുരക്ഷിതത്വത്തിലോ ഒക്കെയാണ് ശത്രുവിന്റെ എതിർപ്പിൽ നിന്നിട്ടും രക്ഷ നേടുന്നതെങ്കിൽ അള്ളാഹു നേരിട്ട് സംരക്ഷണം കൊടുക്കുന്നവർക്ക് അങ്ങനെ പടയങ്കി കൊണ്ടോ കോട്ടമതിൽ കൊണ്ടോ സംരക്ഷണം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ആ നിലക്ക് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെയും ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കോട്ടയില്ലാതെ പടയങ്കിയില്ലാതെ സൈന്യ സഹായമില്ലാതെ അള്ളാഹു അവന്റെ ഹിഫ്ള് കൊണ്ട്, ഹിമായത്ത് കൊണ്ട്, അല്ലെങ്കിൽ വിഖായത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചതാണ്. അള്ളാഹുവിന്റെ ഹിമായത്ത് കിട്ടിക്കഴിഞ്ഞാൽ, അവന്റെ വിഖായത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒന്നിച്ചു നിർത്താനും ഒരു രോമത്തിന് പോലും ഒന്നും വരുത്താൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് ശത്രുക്കൾ വിരളി പിടിച്ച് എങ്ങനെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വകവരുത്തണം, പിടികൂടണം എന്നുള്ള നിതാന്ത ജാഗ്രതയോടുകൂടി കണ്ണിൽ എണ്ണയൊഴിച്ച് രാത്രി ഉറക്കമൊഴിച്ചെടുത്ത് നഷ്ടപ്പെട്ടപ്പം ആ പ്രതികാര വാഞ്ചയോടുകൂടി അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവര് തൊട്ടടുത്ത് വന്നിട്ട് ഒന്ന് വെറുതെ ഒന്ന് കേറി നോക്കുക. സാധാരണ നാട്ടിലൊരു പഞ്ചലുണ്ട്, കുന്തം കാണാൻ ഞാൻ കുടത്തിനും തിരയണമെന്ന്. കുന്തം എന്ന് പറഞ്ഞാല് യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന നീണ്ട ചവളം പോലെയുള്ള ഒരു സാധന. അത് എന്തായാലും വെള്ളം കോരുന്ന കുടത്തിലുണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. എന്നാലും തെരഞ്ഞ് അന്വേഷിച്ച് പരതുമ്പോ അവിടെ നോക്കണം എന്ന തത്വം വെച്ചുകൊണ്ട് ഇവിടെ വരെ എത്തിയിട്ട് ഇങ്ങനെ ഒരു ഗുഹ ഉണ്ട്, ഒന്ന് കേറി നോക്കുക എന്നൊരു തോന്നൽ വന്നില്ലല്ലോ അവർക്ക്. ആ തോന്നൽ ആർക്കാവോ ചില ആളുകൾക്ക് വന്നപ്പം നേതാക്കന്മാർ അതിൽ നിന്നിട്ട് അവരെ പിന്മാറ്റുകയും ചെയ്തു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ വിഖായത്ത് എന്ന ഒറ്റ കാര്യമാണ്. ഈ വിഖായത്ത് അള്ളാഹു അവന്റെ അടിമകളിൽ, അവന്റെ ഇഷ്ടദാസന്മാരിൽ ആർക്ക് നൽകുന്നോ അവരുടെ സംരക്ഷണത്തിന് സൈന്യത്തിന്റെയോ ആയുധത്തിന്റെയോ കോട്ടയുടെയോ സഹായം ആവശ്യമില്ല. മാത്രല്ല, അള്ളാഹുവിന്റെ വിഖായത്ത് ലഭിച്ചാൽ പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല, എല്ലാം മറ്റെല്ലാത്തിനെ തൊട്ടും അത് ഐശ്വര്യമാക്കും. എന്നിട്ട് പറയാം, ആസാമനിദ്ദഹ്റു വൈമം വസ്തജർതു ബിഹി ഇല്ലാ വനിൽതു ജിവാറം മിൻഹു ലം യുളമി. മാസാമനി, എന്നിട്ട് സ്വന്തം പറയാം. അതിനുള്ള പണ്ട് സുഖമില്ലാതായപ്പോൾ സുഖക്കേട് മാറാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിക്കൊണ്ടാണല്ലോ ബുർദ ബെയ്ത്ത് ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി തങ്ങൾ രചിക്കാൻ തുടങ്ങിയത്. അപ്പൊ അക്കൂട്ടത്തിൽ തന്റെ സങ്കടം, വിഷമം പൂർണ്ണമായി മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തവസ്സുലിന്റെ ശൈലി കൂടി അതിലുണ്ട്. മാസാമനി, എന്നെ ഉദ്ദേശിച്ചിട്ടില്ല, എന്നെ തേടിയിട്ടില്ല.
അദ്ദഹ്റു കാലം, കാലത്തിൽ ഏത് കാലത്ത് എപ്പോഴും എന്നുള്ള അർത്ഥത്തിനോ, അല്ലെങ്കിൽ അദ്ദഹ്ർ എന്ന് പറഞ്ഞ ഒരു മുദാഫ് മഅ്റൂഫായിട്ട് അഹ്ലുദ്ദഹ്ർ ഏത് കാലത്തുള്ള ഏതൊരാളും, വൈമൻ ഒരു ഉപദ്രവം, ഒരു വിഷമം ഉണ്ടാക്കാൻ, അങ്ങനെ എന്നെ വിഷമിപ്പിക്കാൻ, എന്നെ ആക്രമിക്കാൻ, അല്ലെങ്കിൽ എന്നെ ഉപദ്രവം ചെയ്തു വരാൻ കാലം ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാലത്തിൽ ഒരിക്കലും ഒരാളും ഉദ്ദേശിച്ചിട്ടില്ല. ആയത് സ്ഥിതിയിൽ വഖദിസ്തജർതു ബിഹി ഹാലിയായിട്ട്, വാവ് ഹാലിന് കൊടുത്തിട്ട് ജുംല ഹാലായിട്ട് പറയാം. ഏത് നിലക്ക് വസ്തജർതു ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാക്കി അവിടുത്തെ തവസ്സുലാക്കിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്തിട്ടില്ല. ഇല്ലാ വനിൽത്തു, ഞാൻ എത്തിച്ചിട്ടല്ലാതെ, ജിവാറൻ മിൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മഹത്തായ സംരക്ഷണം, സാമീപ്യം, രണ്ടും പറയാം. സാമീപ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതും സഹായം തന്നെയാണ്. എങ്കിലും ജിവാറിന് നേരർത്ഥം പറയുമ്പം പലപ്പോഴും അയിമ്മത്ത് ജിവാറിന് ഖുർബ്, ജിവാറ്, അയൽവക്കം എന്നൊക്കെ അർത്ഥം. അതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാമീപ്യം, അവിടുത്തെ സഹായം എത്തിച്ചിട്ടല്ലാതെ ഇല്ല. എങ്ങനെയുള്ള ജിവാറാണ്? ലം യുളം, അതിനെ ഒരിക്കലും അക്രമം ചെയ്യപ്പെടുകയില്ല, അനീതി ചെയ്യപ്പെടുകയില്ല. അങ്ങനെയുള്ള മഹത്തായ സംരക്ഷണവും സാമീപ്യവും ലഭിച്ചിട്ടല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം എന്താ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നിട്ടുള്ള സമ്പൂർണമായ വിഖായത്ത് ലഭിച്ചവരാണ്. അള്ളാഹുവിന്റെ പരിപൂർണമായിരിക്കുന്ന കാവലും രക്ഷയും ലഭിച്ചവരാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ വിഖായത്ത് ലഭിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വസീലയാക്കിയിട്ട് അല്ല ഉപദ്രവവും വിഷമവും കാലത്തിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാക്കിക്കൊണ്ട് ഞാൻ അഭയം തേടിയാൽ ഒരിക്കലും അനീതി ചെയ്യപ്പെടാത്ത, ഉപദ്രവങ്ങൾ വരുത്തിവെക്കാൻ കഴിയാത്ത നിലക്കുള്ള അഭയം ആ ഹബീബിൽ നിന്നിട്ട് ലഭിച്ചിട്ടല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ കാവല് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിലൂടെയായിട്ട് അവിടത്തെ ബറക്കത്ത് കൊണ്ട് അവിടത്തെ ഇടയാക്കി തവസ്സുലാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്തിട്ടേ ഉള്ളൂ. അത് ഏത് കാലത്ത് എപ്പോൾ ആരെന്ത് ഉപദ്രവം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും ആ ഉപദ്രവം ഒരിക്കലും ഇങ്ങോട്ട് ഏൽക്കാത്ത നിലക്ക് ഒരു ശക്തമായ കോട്ട പോലെയോ അതല്ലെങ്കിൽ ഇരട്ടിക്കപ്പെട്ട പരിചയ പോലെയോ ഒരാളുടെയും ഒരു ഉപദ്രവവും ഏൽക്കാതെ സംരക്ഷിക്കപ്പെടുന്ന നിലക്കുള്ള അഭയം ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് ലഭിച്ചിട്ടല്ലാതെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മഹത്തായ വിഖായത്ത് കാരണം അവരെ ഇടയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ അവർ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നിട്ടുള്ള വിഖായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മാത്രമല്ല ഉപദ്രവങ്ങളിൽ നിന്നിട്ടും വിഷമങ്ങളിൽ നിന്നിട്ടുള്ള വിഖായത്ത് മാത്രമല്ല, വലൽ തമസ്തു ഗിനദ്ദാറൈനി മിൻ യദിഹി ഇല്ല സ്തലംതു നദാ മിൻ ഖൈരി മുസ്തലമി. വലൽ തമസ്തു, ഞാൻ തേടിയിട്ടുമില്ല, ഗിനദ്ദാറൈനി, ദുനിയാവിലുള്ള ഐശ്വര്യവും ആഖിറത്തിലുള്ള ഐശ്വര്യവും, രണ്ട് ലോകത്തുമുള്ള സമ്പൽ സമൃദ്ധി, സുഖം, സൗഖ്യം എല്ലാം പറയാം ഐശ്വര്യത്തിന്. ദുനിയാവിലുള്ള ഏതൊക്കെ തരത്തിലുള്ള സമ്പന്നതയും ഐശ്വര്യവും സൗഖ്യവുമുണ്ടോ അതും, ആഖിറത്തിലുള്ള സമ്പന്നതയും സുഖവും സൗഖ്യവുമായി എന്തൊക്കെയുണ്ടോ അതൊക്കെയും, ദുനിയാവിലെയോ ആഖിറത്തിലെയോ ഏതൊരു ഐശ്വര്യത്തെയും ഞാൻ തേടിയിട്ടില്ല. മിയദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്നും അവിടുത്തെ ആ ശറഫാക്കപ്പെട്ട കയ്യിലാണ് അതിന്റെ മുഴുവനും താക്കോൽ, ദുന്യാവിന്റെ താക്കോൽ. ഊതീതു മഫാത്തിഹ ഖസാഇനി ദുനിയ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി വളരെ പ്രസിദ്ധമായ ഹദീസ. ദുന്യാവിലുള്ള മുഴുവൻ ഖജനാവുകളുടെയും താക്കോൽ എന്റെ കയ്യിൽ നൽകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോ എല്ലാ ഖൈറിന്റെയും, ദുന്യാവിലുള്ള മുഴുവൻ ഖൈറിന്റെയും താക്കോൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലാണ് നൽകപ്പെട്ടിരിക്കുന്നത്. മിഫ്താഹുൽ ജന്നത്തി ബിയദി,
മറ്റൊരു ഹദീസിൽ കാണാം, ആഖിറത്തിലുള്ള സ്വർഗത്തിന്റെ താക്കോൽ എന്റെ കയ്യിലാണ് നൽകപ്പെട്ടത്, ഞാനാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ അധികാരപ്പെട്ട ആള്. അപ്പൊ ആഖിറത്തിലുള്ള എല്ലാ ഖൈറിന്റെയും താക്കോലും ഹബീബിന്റെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ദുന്യാവിലുള്ള മുഴുവൻ ഖൈറിന്റെയും ആഖിറത്തിലുള്ള മുഴുവൻ ഖൈറിന്റെയും, ദുന്യാവിലുള്ള ഐശ്വര്യത്തിന്റെയും ആഖിറത്തിലുള്ള ഐശ്വര്യത്തിന്റെയും മുഴുവൻ താക്കോൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിൽ അർപ്പിതമാണ്. ആ കരങ്ങളിൽ നിന്നും ഞാൻ ദുന്യാവിലെയോ ആഖിറത്തിലെയോ ഏത് തരത്തിലുള്ള ഐശ്വര്യം, സമ്പന്നത, സൗഖ്യം ഞാൻ തേടിയിട്ടില്ല. എങ്ങനെയായിട്ടല്ലാതെ ഇല്ല സ്ഥലം തുന്നത, മഹത്തായ ദാനത്തെ ഞാൻ കയ്യേറ്റിട്ടല്ലാതെ. സ്ഥലമാന്ന് പറഞ്ഞാൽ കൈകൊണ്ട് തൊട്ടുമുത്തുക എന്നൊക്കെയാണ് ഇസ്തിലാമിന് സാധാരണ പറയാം. ഇവിടെ കയ്യേൽക്കുക, സ്വീകരിക്കുക, വാങ്ങുക എന്നൊക്കെയുള്ള അർത്ഥത്തിനാണ്. ഇല്ല സ്ഥലം തുന്നത, മഹത്തായ ദാനം, നദാന്നറ വലിയ ദാനം, ധർമ്മം ഞാൻ കയ്യേറ്റിട്ടല്ലാതെ ഇല്ല. എവിടുന്ന്? മിൻ ഹൈരി മുസ്തലമി, ചുംബിക്കപ്പെടുന്ന, മുത്തപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ഹൈറായ ആ തിരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദരവാക്കപ്പെട്ട ആ കയ്യിൽ നിന്നും, ആ കയ്യിനാണ് ഖൈർ മുസ്തലം എന്ന് മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഖൈർ മുസ്തലം എന്ന് പറഞ്ഞാൽ ഹജറുൽ അസ്വദ് തൊട്ടുമുത്തുന്ന തന്നെയാണ്. അതുപോലെ തന്നെ കഅബ ഷരീഫിന്റെ ഏത് ഭാവവും തൊട്ടുമുത്താം. എന്നാൽ അതിനേക്കാളൊക്കെ ഏറ്റവും തൊട്ടുമുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ ഖൈറാക്കപ്പെട്ട ഹബീബ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവാക്കപ്പെട്ട ആ കയ്യിൽ നിന്നും ഞാൻ മഹത്തായ ദാനം കയ്യേറ്റിട്ടല്ലാതെ ഒരിക്കലുമില്ല. അഥവാ ദുന്യാവിലുള്ള ഖൈറ്, ഐശ്വര്യം ഹബീബിനെ ഇടയാക്കി ചോദിച്ചാൽ ആ ഹബീബ് മുഖേന ദുന്യാവിലുള്ള ഖൈറ് കൈ നിറയെ കിട്ടും. അങ്ങനെ കിട്ടാതെ ഒരിക്കലും പോയിട്ടില്ല. ആഖിറത്തിലുള്ള ഖൈറ് ഹബീബിൻ മുഖേന അല്ലാഹുവിനോട് ചോദിച്ചാൽ ഹബീബിന്റെ കൈയായിട്ട് കൈ നിറയെ ആഖിറത്തിലുള്ളതും കിട്ടും. ആ കൈ എന്ത് കൈയാണ്? ഈ ലോകത്ത് മുത്തൽ ബറക്കത്താക്കപ്പെട്ട കൈയിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ, മുത്തപ്പെടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഖൈറായ ആ തിരുകരങ്ങളിൽ നിന്നും ഏറ്റവും മഹത്തായ ദാനം കയ്യേറ്റിട്ടല്ലാതെ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ദുന്യാവിൻ്റെതും അങ്ങനെ തന്നെ. ഒരിക്കലെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ സഹാബാ കിറാമുകൾ ഒരു കാര്യം വന്ന് ചോദിച്ചാൽ അത് തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഒരു അറാബിയായ ഒരു മനുഷ്യൻ വന്ന്, അവരുടെ ഗോത്രത്തിന് തലവനാണ്, അദ്ദേഹം വന്നു ഇസ്ലാമിനെ പറ്റി സംസാരിച്ചുകൊണ്ട് ഇസ്ലാമതം സ്വീകരിച്ചു. എനിക്ക് വല്ല ദാനവും തരണം എന്ന് പറഞ്ഞപ്പോ രണ്ട് മലകൾക്കിടയിൽ നിറയെ ഉണ്ടായിരുന്ന ഒരു വാതി നിറയുള്ള ആടുകളെ ഒന്നിച്ച് അയാൾക്കാണ്ട് കൊടുത്തു. അയാൾ ഊഹിച്ചിട്ട് പോലുമില്ല അങ്ങനെ ഒരു ദാനം കിട്ടുന്നത്. സന്തോഷവാനായി അദ്ദേഹം പോയിട്ട് തന്റെ ജനതയോട് പറയാണ്, യാ ഖൗമി അസ്ലിമു, ഏ ജനങ്ങളെ നിങ്ങളൊക്കെ മുസ്ലിമായിക്കോളി. ഫഇന്ന മുഹമ്മദൻ യുഅതി അതാ മൻ ലാ യഖാഫുൽ ഫഖർ, ഒരിക്കലും ദുന്യാവിൽ ദാരിദ്ര്യത്തെ ഭയപ്പെടാത്ത അത്ര വലിയ ധർമ്മിഷ്ഠന്മാരുടെ ധർമ്മമാണ് കൈ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചോദിച്ചതൊന്നും ഒരിക്കലും മടക്കാത്ത, ദുന്യാവിലെ ഹൈറ് കൈ നിറയെ കൊടുക്കുന്ന ഹബീബാണ്. അതുപോലെ തന്നെ സ്വർഗം മാത്രമല്ല, ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു തങ്ങള് ഹബീബിന്റെ മുറാഫഖത്ത് ചോദിച്ചില്ലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അതുവരെ കൊടുത്തു. പക്ഷേ സ്വർഗത്തിലെ മുറാഫഖത്തിന് പ്രത്യേകം വേണ്ട യോഗ്യത അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ സുജൂദ് ചെയ്ത് ഇബാദത്ത് ചെയ്യുന്നതായിരിക്കണം. അതൊന്നു കൂടി ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞത് ഒഴിച്ചാൽ എന്ത് തരില്ല എന്നോ അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ല. ഹബീബിനോടുള്ള മുറാഫഖത്ത് വരെ ആഖിറത്തിലുള്ള ഖൈറും കൊടുത്തു. എങ്കിൽ ദുന്യാവിലെയോ ആഖിറത്തിലെയോ ഐശ്വര്യം ആ തിരുക്കരങ്ങളിൽ നിന്നിട്ടും ഒരിക്കലും ഞാൻ ചോദിച്ചിട്ട് ആ ശറഫാക്കപ്പെട്ട മുത്തപ്പെടുന്ന കൈകളിൽ ഏറ്റവും ഹൈറായ ആ തിരുകരങ്ങളിൽ നിന്നിട്ട് മഹത്തായ ആ ദാനം ഞാൻ കയ്യേറ്റിട്ടല്ലാതെ ഒരിക്കലുമില്ല. അപ്പൊ ദുന്യാവത്ത് വേണമെങ്കിലും അവിടത്തെ ഇടയാക്കി ചോദിക്കുക, ആഖിറത്തിന് വേണമെങ്കിലും അവിടത്തെ ഇടയാക്കി ചോദിക്കുക. ഇടയാക്കി ചോദിക്കുക എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കണ്ട.
അള്ളാഹുവെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് അല്ലെങ്കിൽ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് തരണേ എന്ന് ചോദിക്കൽ മാത്രമാണ് ഇടയാക്കി ചോദിക്കരുത്. അതും പെട്ട് ഹബീബായ നബിയെ എനിക്ക് ദുന്യാവിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നം പരിഹരിച്ചു തരണമെന്നും ആഖിറത്തിൽ ഇന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കി തരണമെന്ന് നേരിട്ടും പറയാ. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് ശഫാഅത്ത് ചെയ്ത് ദുന്യാവിലെ കാര്യം സാധിപ്പിച്ചു തരണമെന്നും അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്ത് ആഖിറത്തിലെ കാര്യം സാധിപ്പിച്ചു തരണമെന്നാണ്. അതാണ് തങ്ങൾ തരണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ തങ്ങൾ അള്ളാണെന്നോ അള്ളാഹ് തരും പോലെ സൃഷ്ടിച്ചു തരണമെന്നോ ഈമാനുള്ള ഒരു മോമിനായ മനുഷ്യനും പറയില്ല. അപ്പൊ അവന് അങ്ങനെ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. പറയുന്ന ആള് മോമിനായ മാത്രം മതി. മോമിന്റെ വിശ്വാസം എന്താണ്? ദുന്യാവും ആഖിറവും എല്ലാം അള്ളാഹുവിന്റെ ഉടമയാണ്. ദുന്യാവിന്റെ സൃഷ്ടാവും അള്ളാഹുവാണ്, ആഖിറത്തിന്റെ സൃഷ്ടാവും അള്ളാഹുവാണ്. ദുന്യാവിലും ആഖിറത്തിലും അള്ളല്ലാതെ ഒരു സൃഷ്ടാവുമില്ല, അള്ളല്ലാതെ ഒരു ഉടമക്കാരനുമില്ല. ഇതാണ് മോമിന്റെ വിശ്വാസം. എങ്കിൽ ഹബീബായ നബിയെ ദുന്യാവിലുള്ള ഖൈർ തരണേ, ആഖിറത്തിലുള്ള ഖൈർ തരണേ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഖൈർ പറിച്ചു തരണേ, ദുന്യാവിൽ ഖൈർ സൃഷ്ടിച്ചു തരണേ എന്നല്ല. മറിച്ച് ആഖിറത്തിന്റെയും ദുന്യാവിന്റെയും ഉടമക്കാരനായ അള്ളാഹുവിൽ നിന്നും അങ്ങ് ശഫാഅത്ത് ചെയ്ത് ഞങ്ങൾക്കത് വാങ്ങിത്തരണേ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പോ അള്ളാഹുവെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് ദുന്യാവിൽ തരണേ, ആഖിറം തരണേ എന്ന് പറയുന്നതും ഹബീബായ നബിയെ ദുന്യാവിൽ ഞങ്ങൾക്ക് ഇന്ന ഖൈർ വേണേ, ആഖിറത്തിൽ ഇന്ന ഖൈർ വേണേ എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മൾ തന്നെ നേരിട്ട് ഹബീബിനെ വസീലയാക്കിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ, രണ്ടാമത് നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ ഹബീബിനോട് നമ്മൾ ചോദിക്കുന്നു എന്നതൊഴിച്ചാൽ രണ്ടും തവസ്സുലിന്റെ രണ്ട് രൂപങ്ങളാണ്. ഇടയാക്കി ചോദിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം ഇഷ്കാല് വേണ്ടെന്നർത്ഥം. തവസ്സുലിന്റെ രണ്ട് രൂപങ്ങളാണ്. ഒന്ന് നേരിട്ട് ഹബീബിനോട് സഹായം തേടല്, മറ്റൊന്ന് ഹബീബിന്റെ ബർക്കത്ത് അവിടത്തെ ഹക്ക് ജാഹ് വടയാക്കിയിട്ട് അള്ളാഹുവിനോട് തേടുന്നത്. രണ്ടും തത്വത്തിനും ഒന്ന് തന്നെയാണ്. ഒന്ന് ഹബീബിനോട് നമ്മൾ തൊടുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഹബീബ് ഷഫാഅത്ത് ചെയ്യുന്നു, മറ്റേ അവിടുത്തെ ഹക്ക് ജാഹ് ഇടയാക്കി തവസ്സുലാക്കി അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നു. രണ്ടും ദുആ അള്ളാഹുവിനോടാണ്, പക്ഷെ ഹബീബിനെ ഇടയാക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെ ചോദിച്ചാൽ ദുന്യാവിലെ ഖൈറാവട്ടെ ആഖിറത്തിലെ ഖൈറാവട്ടെ ആ ഖൈറിൽപ്പെട്ട ഏത് ഐശ്വര്യവും ലഭിക്കാതെ ഒരിക്കലും പോയിട്ടില്ല. ആ കയ്യിൽ നിന്നെടുത്ത് കിട്ടുക തന്നെ ചെയ്യും എന്ന് മഹാനവറുകൾ പറയാം. ഇപ്പോ പറഞ്ഞു വന്നിരുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനത്തിന്റെ ഉടനെ ഉണ്ടായ അത്ഭുതങ്ങളും അതിനുശേഷം ഇർഹാസായിട്ട് നുബുവത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പല അത്ഭുതങ്ങളും പറഞ്ഞു വന്ന കൂട്ടത്തിൽ അവിടത്തെ മുഅ്ജിസത്തായിട്ട് നുബുവത്തിന് ശേഷം ഉണ്ടായ മുഅ്ജിസത്തായിട്ടുണ്ടായ ചില അത്ഭുതങ്ങളും പറഞ്ഞു വന്ന് കൂട്ടത്തിൽ അതിനോട് ബന്ധപ്പെട്ട ചില തവസ്സുലുകളൊക്കെ ചെയ്തതിനു ശേഷം വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഈ ഇർഹാസിലൂടെ മുന്നറിയിപ്പ് കൊടുത്തതും മുഅ്ജിസത്തിലൂടെ തെളിവ് കൊടുത്തുകൊണ്ടും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുന്നിൽ പ്രകടിപ്പിച്ചു. അപ്പൊ ആ നുബുവത്തിലെ വഹയിന്റെ രീതിയെ സംബന്ധിച്ച് പറഞ്ഞാണ് ഇനി വിഷയത്തിലേക്ക് തുടർന്നു കൊണ്ടുപോകുന്നത്. ലാ തുൻകിരിൽ വഹിയ മിൻ റുയാഹു ഇന്നലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 കൊല്ലക്കാലമാണ് വഹി ലഭിച്ചത്. കൃത്യമായി 23 കൊല്ലക്കാലം. 40 വയസ്സ് പൂർത്തിയായ സമയത്ത് തുടങ്ങി 63 വയസ്സ് പൂർത്തിയായ സമയത്താണ് ഇഹലോകത്തിൽ നിന്നും റഫീഖുൽ അഅ്ലായിലേക്ക് നീങ്ങുന്നത്. അപ്പൊ കൃത്യമായി റബീഉൽ അവ്വൽ മാസത്തിൽ ജനിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വാഭാവികമായും റബീഉൽ അവ്വൽ മാസത്തിൽ 40 വയസ്സ് പൂർത്തിയാവും. ആ 40 വയസ്സ് പൂർത്തിയായ സമയത്താണ് നുബുവത്ത് കിട്ടിയെന്നുള്ളത് ലോകത്താർക്കും തർക്കമില്ല. അപ്പൊ റബീഉൽ അവ്വൽ മാസത്തിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വരാൻ തുടങ്ങിയത്. അവിടുന്ന് ഈ ലോകത്തിനോട് വിട പറഞ്ഞ് റഫീഖുൽ അഅ്ലായിലേക്ക് നീങ്ങിയതും തന്നെ റബീഉൽ അവ്വൽ മാസത്തിലാണ്, 63 തികയുന്ന സമയത്ത്. എന്നാൽ ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ കാണാം, യഥാർത്ഥ സ്വപ്നം നുബുവത്തിന്റെ 46-ൽ ഒരു അംശമാണ്. അഥവാ 23-നെ ഡബിളാക്കിയാൽ 46 ആവും. അപ്പൊ 23 കൊല്ലത്തെ 6 മാസമാക്കി കുറച്ചാൽ 46 വരുമല്ലോ. 46-ൽ ഒരു ഭാഗം
6 മാസക്കാലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ലഭിച്ചിരുന്നത് സ്വപ്നത്തിലായിരുന്നു. ഇത് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിലൊക്കെ വിവരിച്ച കാര്യമാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പ്രസിദ്ധമായ ഹദീസ്, ബുഖാരിയുടെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് അവിടെ കൈഫ കാന ബദുൽ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തലക്കെട്ടിൽ പറയുന്നിടത്ത് കാണാം, സത്യമായ സൂര്യപ്രകാശം പോലെ പുലർന്നു കാണുന്ന, സൂര്യോദയം പോലെ സത്യമായി പുലരുന്ന ചില സ്വപ്നങ്ങളായിരുന്നു ആദ്യകാലത്തുള്ള വഹി എന്ന്. അങ്ങനെ 6 മാസക്കാലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരന്തരമായ സ്വപ്നത്തിലൂടെ വഹി ലഭിച്ചുകൊണ്ടിരുന്നു. അതിന്റെ കാരണം മഹാന്മാരായ ഇമാമുകൾ പറയുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നേരിട്ട് വന്ന് അള്ളാഹുവിൽ നിന്നുള്ള വഹി സ്വീകരിക്കുക എന്നത് മനുഷ്യരെ സംബന്ധിച്ച് അസാധാരണ മനുഷ്യരാണെങ്കിൽ പോലും വളരെ പ്രയാസമേറിയതാണ്. അപ്പോ നേരെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം നേരിൽ പ്രത്യക്ഷപ്പെട്ട് ആദ്യം അങ്ങോട്ട് വഹി കൊടുത്താൽ അത് ഏറ്റെടുക്കാൻ, താങ്ങാൻ വലിയ പ്രയാസം അനുഭവപ്പെടും. അപ്പൊ ഒരു തദ്രീബ്, പരിശീലനം എന്നുള്ള നിലക്ക് ക്രമേണ പരിപോഷിപ്പിച്ച് പ്രത്യക്ഷത്തിൽ നേരിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് വഹി സ്വീകരിക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേപ്പോട്ട് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മാർഗമായിരുന്നു 6 മാസം തുടരെയായി സ്വപ്നം കാണും കാര്യങ്ങൾ, അത് സത്യമായി പുലരും, വീണ്ടും അത് തുടർന്ന് പല സ്വപ്നങ്ങളും കാണും. അത് അങ്ങനെ വന്നാണ് ജനങ്ങളുമായുള്ള സഹവാസമൊക്കെ വെടിയാനും ഒറ്റയ്ക്കിരിക്കാനും ഒരു ആഗ്രഹം വരികയും അങ്ങനെ ഹിറാ പർവ്വതത്തിന്റെ മുകളിലുണ്ടായിരുന്ന ഗുഹയിൽ പോയി കഅബ ഷരീഫിന് അഭിമുഖമായി ധ്യാനനിരന്തനായിരിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ നിരന്തരമായി സ്വപ്നത്തിലുള്ള വഹി ഉണ്ടായതിനെ പറ്റി സൂചിപ്പിച്ചാണ് പറയുന്നത്, ലാ തുങ്കിർ, നീ ഒരിക്കലും നിഷേധിക്കണ്ട, അൽ വഹിയ, വഹീനെ നിഷേധിക്കണ്ട, മിൻ റുയാഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നമാകുന്ന അല്ലെങ്കിൽ സ്വപ്നത്താലുള്ള ആ വഹി. എന്നാൽ ആ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച വഹി, അതിനെ നീ നിഷേധിക്കണ്ട. കാരണം എന്താ, സ്വപ്നത്തിന് എങ്ങനെ വഹി കിട്ടുന്നത്? ഉറങ്ങിയല്ലേ മനുഷ്യൻ എന്ന് വിചാരിക്കണ്ട. കാരണം എന്തുകൊണ്ട്, ഇന്നലഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്, ഖൽബൻ, മഹത്തായ ഒരു ഹൃദയമുണ്ട്. എങ്ങനെയുള്ള ഹൃദയമാണത്? ഇദാ നാമത്തിൽ ഐനാനി, കണ്ണുകൾ, മുഖത്തുള്ള കണ്ണുകൾ രണ്ടും ഉറങ്ങിയാൽ ലംയനം, ആ ഹൃദയം ഒരിക്കലും ഉറങ്ങില്ല. നമ്മൾ സാധാരണ മനുഷ്യന്മാരുടെയൊക്കെ ഹൃദയം അങ്ങനെയല്ല. മനസ്സ്, കണ്ണും ഒക്കെ ഉറങ്ങും. കണ്ണുറങ്ങിയാൽ പിന്നെ എല്ലാം ഉറങ്ങി, പിന്നെ നമുക്ക് കാണൂല എന്ന് മാത്രമല്ല കേൾക്കൂല, ഒന്നും അറിയൂല. അതാണ് സാധാരണ ഉറക്കിന്റെ അവസ്ഥ. എന്നാൽ അമ്പിയാക്കന്മാരുടെ അവസ്ഥ അങ്ങനെയല്ല. പ്രത്യേകിച്ചും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല. വിവിധ ഘട്ടങ്ങളിലായി ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ 4 അല്ലെങ്കിൽ 5 പ്രാവശ്യം നെഞ്ഞു കീറി ഹൃദയം പുറത്തെടുത്ത് പ്രത്യേകമായ ശുദ്ധീകരണം നടത്തി, ശുദ്ധിയാക്കാനല്ല, വലാകിന്നോ സാദൂഹു തുഹ്റൻ ലാ തുഹ്രീന, നേരത്തെ തന്നെ ശുദ്ധമാണ്, അതിനെ ഒന്നുകൂടി ശുദ്ധി വർദ്ധിപ്പിച്ചു. കണ്ണാടിച്ചില്ലിനെ, അതല്ലെങ്കിൽ അതുപോലെയുള്ള വസ്തുക്കളെ തുടക്കം തോറും കൂടുതൽ തെളിഞ്ഞു വരും. ഒരഴുക്കുമില്ലെങ്കിലും കൂടുതൽ തെളിഞ്ഞു വരും. എന്നതുപോലെ നേരത്തെ തന്നെ പ്രശോഭിതമായ വിശുദ്ധമായ ഹൃദയമായിരുന്നു എങ്കിലും അതിനെ ഒന്നുകൂടി ശുദ്ധിയുടെ മേൽശുദ്ധി, നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞ പോലെ തുഹ്റൻ അലാ തുഹ്ർ ആയിട്ട് അതിശുദ്ധി വരുത്തിക്കൊണ്ട് സജീവമാക്കിയ ഹൃദയമാണത്. അതുകൊണ്ട് തന്നെ ആ ഹൃദയത്തിന് 24 മണിക്കൂറിൽ ഒരിക്കൽ പോലും തളർച്ചയോ ഉറക്കമോ അശ്രദ്ധയോ ബാധിക്കുന്നില്ല, എപ്പോഴും സജീവമാണ്. അത് കണ്ണുറങ്ങിയാലും ഉറങ്ങില്ല. അപ്പൊ പിന്നെ ഒരു ഇഷ്കാന് ചോദിക്കലുണ്ട് ചില സാധുക്കള്, ഒരു യാത്രാവേളയിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാ കിറാമുകളും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിമധ്യേ ക്ഷീണിതരായ സഹാബത്തും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉറങ്ങാൻ കിടന്നു. ഒരാളാരെങ്കിലും ക്ഷീണത്തിന്റെ സമയത്ത് ഉറങ്ങിപ്പോയാൽ അറിയാതെ സുബഹി അള്ളാഹുണ്ടെന്നുള്ള ആൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ആരാ നിൽക്കുക വെച്ചപ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ നിന്നോളാറിഞ്ഞു. അങ്ങനെ മഹാനവറുകൾ നിസ്കരിക്കാൻ നിന്ന് നിസ്കരിച്ച് സഹാബത്തും തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ഉറങ്ങി. അങ്ങനെ സുബഹി ബാങ്ക് കൊടുക്കാനായിട്ട് ഫജ്ർ ഇങ്ങനെ വെളിവാകാനായപ്പം
ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഒന്നിങ്ങനെ ഇരുന്നതാ. പ്രഭാതം വിടരുന്നത് കാണും ചെയ്യാന്നുള്ള ഇനി 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമില്ല. അതിന്റെ ഇടയിൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. പിന്നീട് സൂര്യോദയം നടന്നതിന് ശേഷം സൂര്യൻ ഉദിച്ച് വെയിൽ ദേഹത്ത് തട്ടിയപ്പോഴാണ് പെട്ടെന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞെട്ടി ഉണർന്നത്. സഹാബത്തും ഉണർന്നു. ഈ സംഭവം എടുത്തു ധരിച്ചുകൊണ്ട് എങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽബ് ഒരിക്കലും ഉറങ്ങാറില്ല എന്നാണല്ലോ ഇപ്പൊ നിങ്ങൾ പറയുന്നത്. ഞങ്ങളല്ല, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ പ്രസിദ്ധമായ സഹിയായ ഹദീസും തന്നെയുണ്ട്. തനാമു ഐനി വലാ യനാമു ഖൽബി, എന്റെ കണ്ണേ ഉറങ്ങുകയുള്ളൂ, എന്റെ ഹൃദയം ഉറങ്ങുകയില്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അതായത് സൂര്യൻ ഉദിക്കുന്നത് കാണുക, ഫജ്ർ സാദിഖ് ഒഴിവാവുന്നത് കാണുക എന്നിവ ബാഹ്യ കണ്ണുകളുടെ നേത്രങ്ങളുടെ ധർമ്മമാണ്. അത് ഉറങ്ങിയാണ്ടാവില്ല. കൽബ് എന്ന് പറയുന്നത് അതിന്റെ അല്ല, അത് ഇൽമിന്റെയും മഅരിഫത്തിന്റെയും നൂറാണ് അവിടെ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടതാണ് വഹ്യ്. വഹ്യാവുന്ന ഇൽമും മഅരിഫത്തും ആവുന്ന നൂറ് ഏത് സമയത്ത് വന്നാലും അത് സ്വീകരിക്കാൻ പറ്റുന്ന നിലക്ക് സജീവമായി ഉണർന്നിരിക്കുന്നു എന്നാ പറഞ്ഞത്. കണ്ണുറങ്ങൂല, കണ്ണുകൊണ്ട് കാണേണ്ടതാണ് സൂര്യൊരിക്കതും ഫജ്ർ വെളിവാകുന്നൊക്കെ. അപ്പൊ അവിടെ കണ്ണ് ഉറക്കം ബാധിച്ചത് കാരണം കണ്ണുകൊണ്ട് കാണേണ്ടതായ സൂര്യോദയമോ അതുപോലെ തന്നെ ഫജ്ർ സ്വാദിഖിന്റെ ഉദയമോ കാണാൻ കഴിഞ്ഞില്ല. അത് കൽബ് സജീവമാണ്, ഉറങ്ങിയിട്ടില്ല. അത് ഇൽമിന്റെയും മഅരിഫത്തിന്റെയും നൂറ് കൊണ്ട് സജീവമാണ് എന്ന് പറഞ്ഞത് തമ്മിൽ എതിരൊന്നുമില്ല എന്നർത്ഥം. അപ്പൊ എന്നാ പിന്നെ ഇഷ്കാലം വെക്കണ്ട, ഈ സ്വപ്നം കൊണ്ടുള്ള വഹ്യ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നോ എന്നും അതല്ല. ചില മുൻകഴിഞ്ഞു പോയ നബിമാരിൽപ്പെട്ട ചില നബിമാർക്ക് അങ്ങനെ മാത്രമുള്ളവരുണ്ട്. ഉണർച്ചയിൽ ജിബ്രീൽ അലൈഹിസ്സലാം നേരിൽ വന്നുകൊണ്ട് വഹ്യ് കൊടുക്കുന്നതിന് പകരം സ്വപ്നത്തിൽ അപ്പപ്പോൾ ആവശ്യമായ വഹ്യുകൾ കൊടുത്തുകൊണ്ടിരുന്ന ചില നബിമാരുണ്ട്. അവര് ഏറ്റവും ഉയർന്ന പദവിയിലുള്ളവരല്ല. മുർസലീങ്ങൾ, ഉയർന്ന പദവിയിലുള്ള നബിമാര്, അവരുടെ നേതാക്കന്മാരായ ഉലുൽ അസ്മുകള്, എല്ലാവരുടെയും നേതാവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവരൊന്നും അങ്ങനെയല്ല. എന്നാൽ ഇങ്ങനെ സ്വപ്നത്തിലൂടെ വഹ്യ് ലഭിക്കുക എന്ന് പറയുന്നത് വഹ്യിന്റെ ഭാഗങ്ങളിൽപ്പെട്ട ഒന്നാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിന്റെ 46 ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ 6 മാസം അങ്ങനെ തന്നെയാണ് അവന് വദാക്ക. എന്നാൽ ഈ സ്വപ്നം മുഖേന വഹ്യ് ഉണ്ടായിരുന്നത് ഹീന ബുലൂഗിൻ മിൻ നുബുവത്തിഹി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ നുബുവത്തിന്റെ പ്രായം തികഞ്ഞ സമയത്താണ്. എന്ന് പറഞ്ഞാൽ 40 വയസ്സ് തികഞ്ഞ് നുബുവത്ത് തുടങ്ങുന്ന ആ സമയത്താണ് ഈ സ്വപ്നം മുഖേന അവിടത്തേക്ക് വഹ്യ് ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നുബുവത്തിന്റെ പ്രായമാവുന്ന 40 തികഞ്ഞാൽ പിന്നെ അംബിയ മുർസലുകൾക്ക് ഉണർച്ചയിലോ ഉറക്കിലോ ആയി സ്വപ്നം മുഖേന വഹ്യ് ഉണ്ടാവാം. അതുകൊണ്ട് ഫലൈസ യുൻകറു ഫീഹി, ഈ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പ്രായം നുബുവത്തിന്റെ പ്രായമെത്തിയ ഈ സമയത്ത് ഫലൈസ യുൻകറു ഫീഹി എന്നാൽ ആ നുബുവത്തിന്റെ ഹീനില് നുബുവത്ത് കിട്ടാൻ ആവശ്യമായ പ്രായം പൂർത്തിയായ ആ സമയത്തിൽ നിഷേധിക്കപ്പെടേണ്ടതല്ല ഹാലു മുഹ്തരിമി. അത് സ്വപ്നത്തിൽ കണ്ട ഒരു സാധാരണ സ്വപ്നമാണ് എന്ന് പറഞ്ഞ് വഹ്യിനെ നിഷേധിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നുബുവത്തിന്റെ വയസ്സാവുന്ന 40 വയസ്സ് കഴിഞ്ഞാൽ നബിമാർക്ക് ഏത് സമയത്തും സ്വപ്നത്തിലോ ഉണർച്ചയിലോ വഹ്യ് ലഭിക്കാം. അതുകൊണ്ട് അത് യഥാർത്ഥ വഹ്യ് തന്നെയാണ്. ആ വഹ്യിന്റെ വിഷയത്തിൽ യാതൊരു പോരായ്മയും കുറവുമില്ല. കേവലം സ്വപ്നമാണ്, സ്വപ്നാവസ്ഥയാണ് എന്ന് പറഞ്ഞ് ആ വഹ്യിനെ ഈ കാലഘട്ടത്തിൽ ഒരിക്കലും നിഷേധിക്കേണ്ടതില്ല. ഇവിടെ ഇപ്പൊ രണ്ടെണ്ണായി. ഒന്ന് സ്വപ്ന പോലെ എന്തൊക്കെ കാണുന്നു, അതിപ്പോ വഹ്യാന്ന് പറയാൻ പറ്റുമോ എന്ന സംശയത്തിന് പറയുന്നു, നബിമാർക്ക് 40 വയസ്സ് പൂർത്തിയായി നുബുവത്ത് കിട്ടുന്ന സമയത്തായാൽ പിന്നെ അവർ കാണുന്ന സ്വപ്നങ്ങളൊക്കെ വഹ്യാകൂ. അതുകൊണ്ട് അത് നിഷേധിക്കേണ്ടതല്ല, യഥാർത്ഥ വഹ്യ് തന്നെയാണ്, കേവല സ്വപ്നമായി കാണേണ്ടതില്ല. ഒന്ന്. മറ്റൊന്ന്, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്വപ്നം തന്നെയായിരുന്നു വഹ്യ്, അതില്ല. അത് നുബുവത്തിന്റെ ആ പ്രായം തികഞ്ഞു വന്ന ഘട്ടത്തിൽ മാത്രമായിരുന്നു അങ്ങനെ മാത്രം വഹ്യ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സമയത്ത് അധികവും ഉണർച്ചയിൽ ജിബ്രീൽ അലൈഹിസ്സലാം നേരിൽ വന്നുകൊണ്ടുള്ള വഹ്യ് തന്നെയായിരുന്നു. എന്നാൽ അപ്പോഴും ചില സന്ദർഭങ്ങളിലൊക്കെ സ്വപ്നത്തിലൂടെയും വഹ്യ് ലഭിച്ചതായി ഹദീസുകളിൽ കാണും. സ്വപ്നത്തിലാവട്ടെ
ഉണർച്ചയിലാവട്ടെ എങ്ങനെ വഹി ലഭിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു മനുഷ്യന്റെ അധ്വാനഫലമായി ലഭിക്കുന്നതല്ല. എന്താ? തബാറകല്ലാഹു മാ വഹയും ബിമുക്തസബി വലാ നബിയ്യുൻ അലാ ഗൈബിൻ ബിമുത്തഹമി. തബാറകല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ അറ്റത്തെ ഖൈറ് അധികരിച്ചവനും നിത്യമായവനുമാവുന്നു. തബാറകക്ക് എങ്ങനെ? തകാസറ ഖൈറുഹു വ തസായദ വ തആമാന. അങ്ങേയറ്റത്തെ ഖൈറും ബറക്കത്തും അധികരിച്ചവനും നിത്യമായവനുമായ അല്ലാഹു മാ വഹ്യുൻ, മഹാന്മാരായ അംബിയാ മുർസലുകളുടെ വഹിയല്ല, മുക്തസബി. വഹ്യുൻ എന്ന് പറഞ്ഞ നെക്കിറാക്കി പറഞ്ഞത് തസ്ഗീറിന് വേണ്ടിയോ തഖ്ലീലിന് വേണ്ടിയാണ്. ചുരുങ്ങിയ ഒരു ഏറ്റവും ചുരുങ്ങിയ ഖദറിലുള്ള ഒരു വഹി പോലും അല്ല. എന്തല്ല? ബിമുക്തസബി, കസ്ബ് ചെയ്ത് സമ്പാദിക്കാൻ പറ്റുന്നതല്ല, അധ്വാനിച്ച് നേടാവുന്നതല്ല എന്നർത്ഥം. ഒരാളുടെ സ്ഥിരമായ നിരന്തരമായ പരിശ്രമത്തിലൂടെയും അധ്വാനത്തിലൂടെയും ധ്യാനത്തിലൂടെയും മനഃശുദ്ധിയിലൂടെയും നേടിയെടുക്കാവുന്നതല്ല വഹി എന്ന് പറയുന്ന കാര്യം. മറിച്ച് അത് അള്ളാഹുവിന്റെ മഹള് ഫളിൽ നിന്നുള്ള ഫയലാനാണ്. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടിട്ട് അള്ളാഹു തആല ചെയ്യുന്ന ഇഖ്തിയാറാണ്. ചില മഹാന്മാരെ നുബൂത്ത് കൊടുക്കാനും വഹി കൊടുക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുക്കുക, അല്ലാതെ ഒരാളുടെ അധ്വാനം കൊണ്ടോ പരിശ്രമം കൊണ്ടോ നേടാവുന്നതല്ല. മാത്രവുമല്ല വലാ നബിയുൻ, ഒരൊറ്റ നബിമാരിൽപ്പെട്ട ഏതെങ്കിലും ഒരു നബി പോലുമില്ല, അലാ ഗൈബിൻ ബിമുത്തഹമി, ഗൈബിയായ കാര്യങ്ങൾ അദൃശ്യമായ കാര്യങ്ങളായിരിക്കുമല്ലോ അംബിയാ മുർസലീങ്ങൾ പറയുന്നത്. അള്ളാഹുവിനെ പറ്റി അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പൂർണ്ണമായും ഗൈബാണ്. അതുപോലെ തന്നെ റിസാലത്ത് എന്നത് മറ്റുള്ളവരെ സംബന്ധിച്ച് തികച്ചും ഗൈബാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമാവുന്ന കിതാബ് എന്നത് മറ്റുള്ളവരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഗൈബാണ്. ഖിയാമത്ത് നാള് എന്ന് പറയുന്നതും വരാനിരിക്കുന്ന ഗൈബാണ്. അതുപോലെ തന്നെ പരലോകം എന്നത് ഗൈബാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വിശ്വാസപരമായ കാര്യങ്ങൾ ഏത് അംബിയാ മുർസലുകൾ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അദൃശ്യ കാര്യങ്ങളാണ്. നബിമാർ പറയുന്ന ഏതൊരു അദൃശ്യ കാര്യമാണെങ്കിലും ആ ഒരു അദൃശ്യ കാര്യത്തിന്റെ പേരിൽ ഒരൊറ്റ നബിയും തന്നെയല്ല ബിമുത്തഹമി, തെറ്റിദ്ധരിക്കപ്പെടുന്നവരല്ല. അങ്ങനെ ഉണ്ടാവോ എന്ന് ഊഹിക്കേണ്ട ആവശ്യമില്ല. ഏത് ഗൈബിയായ കാര്യം ഒരു നബി പറയുന്നുണ്ടെങ്കിൽ അതൊക്കെയും അള്ളാഹുവിൽ നിന്നുള്ള വഹി മുഖേന മാത്രമായിരിക്കും. എന്നാൽ ഒരാൾ അധ്വാനിച്ച് പരിശ്രമിച്ച് നേടാവുന്ന സ്ഥാനമാണോ നുബുവത്ത്? അതൊരിക്കലുമല്ല. അള്ളാഹു പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ച് അവന്റെ പടപ്പുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത് ഇസ്തിഫായ് ചെയ്ത മഹാന്മാർക്ക് അള്ളാഹു അവന്റെ മഹദ് ഫള് കൊണ്ട് കൊടുക്കുന്നതാണ് വഹി. ഈ വഹി ലഭിച്ച അമ്പിയാക്കന്മാർ അദൃശ്യമായ പല കാര്യങ്ങളും പറയും. ഏത് അദൃശ്യ കാര്യത്തെ പറ്റി പറഞ്ഞാലും ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവരല്ല അവർ. കാരണം എന്തുകൊണ്ട്? അവര് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാത്തവരാണെന്ന് മാത്രമല്ല, കളവ് പറഞ്ഞേക്കാം എന്നുള്ളൊരു ഊഹം പോലുമുള്ളവർ ലോകത്തൊരു നബിയും തന്നെ കഴിഞ്ഞു പോയിട്ടില്ല. അവര് ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അംബിയാ മുർസലുകളും ജനങ്ങൾക്കിടയിൽ 100% സത്യസന്ധരും ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയില്ലാത്തവരുമായ സത്യസന്ധന്മാരാണ്. അതുകൊണ്ട് അവർ അദൃശ്യ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. കം അബ്റഅത് വസിബൻ ബില്ലംസി റാഹതുഹു വഅത്ലഖത് അരിബൻ മിൻ റിബ്ഖത്തിൽ ലമമി. എന്നാൽ അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾക്ക് അള്ളാഹു തആല വഹി കൊടുക്കുന്നത് അവൻ തെരഞ്ഞെടുത്തിട്ടാണ്. അങ്ങനെ വഹി കൊടുത്ത അംബിയാ മുർസലുകളെ ഒരിക്കലും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല, തുഹ്മത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? അവർ 100% സത്യസന്ധരാണ് എന്ന് പറഞ്ഞതിന്റെ തെളിവാനി പറയുന്നത്. എങ്ങനെയാണ് അവർ 100% സത്യസന്ധരാണെന്ന് പറയാൻ കാരണം? അംബിയാ മുർസലുകളെല്ലാം അവർ പറയുന്ന വാദത്തിന് അനുകൂലമായിക്കൊണ്ട് ധാരാളം മുഅ്ജിസത്തുകൾ ഇവിടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാ മുർസലുകളുടെ നുബുവത്ത് വാദത്തെ ശരിവെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അസാധാരണമായിരിക്കുന്ന കഴിവുകളാണ്. അപ്പൊ അല്ലാഹു തആല സാധാരണ കഴിവ് കൊടുത്ത് പിന്തുണക്കുമ്പോൾ ഈ നബി പറയുന്നത് 100% സത്യമാണെന്ന്
ബുദ്ധിയുള്ള മനുഷ്യർക്ക് മുഴുവനും മനസ്സിലാവുന്ന നിലക്കുള്ള ദൃഷ്ടാന്തങ്ങൾ ഉള്ളതുകൊണ്ടാണ് അവരെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല, 100% സത്യമായി അംഗീകരിക്കാം എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ചില മൊയ്ജിത്തുകളാണ് പറയുന്നത്. കം അബ്റഅത്ത് റാഹത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ അബ്റഅത്തിന്റെ ഫായിൽ റാഹത്തുമാണ്, അതിന്റെ മുമ്പ് വസിബൻ എന്ന മഫ്ഊലിനെ മുന്തിച്ചതാണ്. അപ്പൊ കം അബ്റഅത്ത് റാഹത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ആ ഉള്ളംകൈ, റാഹത്ത് ഉള്ളംകൈ, ഇവിടെ ഉദ്ദേശിക്കുന്ന കൈ തന്നെ, ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്താക്കപ്പെട്ട ആ ഉള്ളംകൈ എത്രയാണ് ശിഫയാക്കിയത്, മാറ്റിയത്. വസിബൻ രോഗികളെ, വസബ് എന്ന് പറഞ്ഞ രോഗം, വസിബ് എന്ന് പറഞ്ഞ രോഗി, ഫായില് വസിന്, ഫായിലിന്റെ മനക്ക് വരുന്ന ഫായിലാണ് വസിബ്, രോഗി. അപ്പൊ എന്തായി, അവിടത്തെ ഷറഫാക്കപ്പെട്ട ഉള്ളംകൈ, ആ തൃക്കൈ കൊണ്ട് ആ തൃക്കൈകൾ എത്ര രോഗികളുടെ രോഗത്തെയാണ് ശിഫയാക്കിയത്. എങ്ങനെ? ബില്ലംസി, ആ ഷറഫാക്കപ്പെട്ട തൃക്കരം കൊണ്ടൊന്ന് സ്പർശിച്ചിട്ട്, അവിടത്തെ കേവല കരസ്പർശം കൊണ്ട് എത്രയോ രോഗികളുടെ രോഗം മാറിയിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സംഭവങ്ങൾ സഹിയായ ഹദീസുകളിലൂടെ കാണാം. ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വാ റളിയല്ലാഹു തആല അൻഹുവിന് യുദ്ധത്തിൽ വെട്ടേറ്റ് മരിക്കുമെന്ന് കണ്ട് ഉസീബ സലമത്ത് റളിയല്ലാഹു അൻഹു കഥ കഴിഞ്ഞു എന്ന് കൂട്ടുകാർ പോലും പറഞ്ഞ സമയത്ത് ഹബീബിനെ സമീപിച്ചപ്പോൾ അവിടുന്ന് 3 പ്രാവശ്യം ഊതുകയും ആ കൈകൊണ്ടൊന്ന് തടവുകയും ചെയ്തപ്പോൾ മുറിവ് കൂടി. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ മസ്ലമത്ത് റളിയല്ലാഹു അൻഹു അബൂ റാഫി എന്ന് പറയുന്ന യഹൂദിയെ വധിക്കാൻ ഏൽപ്പിച്ച് അവിടുന്ന് വരുന്ന വഴിയിൽ കോണിയിൽ നിന്നൊരു താഴെ വീണ് കാലൊടിഞ്ഞുപോയി. ഈ ഒടിഞ്ഞ കാലുമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലെത്തിയപ്പോ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് ആ കാലിൽ, ഒടിഞ്ഞ കാലിൽ ഒന്ന് തടവി. ആ കാല് പൂർവസ്ഥിതി പ്രാപിച്ചു, യാതൊരു രോഗവുമില്ലാതെ മാറി. അതുപോലെ തന്നെ ഖതാദ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് ഉഹദ് യുദ്ധത്തിൽ കീഴ്പോട്ട് വീണത്, കവിളിലേക്ക് തൂങ്ങിയത്, അവിടുത്തെ കൈകൊണ്ട് തൽസ്ഥാനത്ത് വെച്ചൊന്ന് തടകിയപ്പോൾ മറ്റേ കണ്ണിനേക്കാളും സൗന്ദര്യമുണ്ടാവുകയും മരണം വരെ പിന്നീട് ചെങ്കണ്ണ് പോലും ബാധിക്കാതിരിക്കുകയും ചെയ്തു. ഇങ്ങനെ ആ ഷറഫാക്കപ്പെട്ട കൈകൊണ്ടൊന്ന് തടവിയിട്ട് എത്ര രോഗികളുടെ രോഗമാണ് ആ കൈകൾ ശിഫയാക്കിയത്. കം അബ്റഅത്ത് റാഹത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിന്റെ ഉള്ളം കൈകൾ എത്രയാണ് ശിഫയാക്കിയത്. വസിബൻ രോഗികളെ, ബില്ലംസി സ്പർശനം കൊണ്ട് മാത്രം. അത് മുഅ്ജിസത്താണ്. കൈകൊണ്ട് തൊട്ടാ രോഗം മാറുക എന്ന് പറയുന്ന മുഅ്ജിസത്താണ്. അങ്ങനെ ധാരാളം രോഗികളുടെ മാറാവ്യാധി രോഗങ്ങൾ ആ കൈ കൊണ്ടൊന്ന് തൊട്ടതുകൊണ്ട് ശിഫയാകുക എന്ന് പറയുന്ന അല്ലാഹു തആല അവിടുത്തെ സത്യത്തിന്റെ പേരിൽ അറിയിക്കുന്ന മുഅ്ജിസത്തായി കൊടുത്ത ദൃഷ്ടാന്തമാണ്. മാത്രമല്ല വ അത്ലഖത്ത് അരിബൻ, അത്ലഖത്ത് അരിബൻ മിൻ ലിബ്, അരിബൻ എന്നുണ്ട്, അറബൻ എന്നുണ്ട്, ഉറബൻ എന്നുണ്ട്. 3 റിവായത്താണുള്ളത്. ഉറബൻ ബിളമ്മിൽ ഹംസത്തി വഫതിഹിർ റായി, ഉറബൻ എന്ന് ഓതാ. അങ്ങനെ പറയുമ്പം കെട്ട് എന്നർത്ഥം. അത്ലഖത്ത് അരിബൻ എന്ന് പറഞ്ഞാൽ എത്ര കെട്ടിക്കൊടുക്കുകൾ ആ തൃക്കരങ്ങൾ അഴിച്ചു കളഞ്ഞു. സാധാരണ രിബ്ഖത്ത് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെ, ആടുകളെയൊക്കെ കെട്ടി കൗത്തിൽ ഇട്ടിരുന്ന ഈ കുടുക്കുണ്ടാക്കിയിടുന്ന കയറാ. ആ കയറ് കൊണ്ട് കൗത്ത് കുടുക്കിടുന്നതിനാണ് ഇത് പറയാ. അങ്ങനെ കഴുത്തിൽ, മൃഗങ്ങളെ കഴുത്തിൽ കയറിട്ട് കെട്ടിയതുപോലെ കുടുക്കിൽ കുടുങ്ങിയ ആളുകളെ ആ കരങ്ങൾ എത്രയാണ് അഴിച്ചുവിട്ടത്. എന്തിൽ നിന്നിട്ടും മിർ റിബ്ഖത്തിൽ ലമമി, ലമമ് ലാമനവത്തുകൊണ്ട്, മിർ റിബ്ഖത്തിൽ ലമമി മാനസിക രോഗമാവുന്ന അല്ലെങ്കിൽ ഭ്രാന്ത് ബാധയാവുന്ന ആ കുടുക്കിൽ നിന്നും എത്രയെത്ര കുടുങ്ങിയ വിഷമിക്കുന്ന ആളുകളെയാണ് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃക്കരങ്ങൾ അഴിച്ചുവിട്ടത്. എന്ന് പറഞ്ഞാൽ ആ കരങ്ങളെ കൊണ്ട് സ്പർശിച്ചത് കാരണം മാനസിക രോഗം ബാധിച്ച എത്രയോ ആളുകളുടെ രോഗം മാറിയിരിക്കുന്നു. ഭ്രാന്താവുന്ന, അങ്ങനെ അർത്ഥമുണ്ട്.
അതാണ് കുറച്ചുകൂടി നല്ല. ആദ്യം പറഞ്ഞ മറ്റുള്ള രോഗങ്ങൾ കൈകൊണ്ട് തടകിയിട്ട് ശിഫയാക്കി. ഇനി പറയുന്നത് മാനസിക രോഗം ബാധിച്ച, ഭ്രാന്ത് ബാധിച്ച ആളുകളെ ആ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് സ്പർശിച്ചിട്ട് ആ ഭ്രാന്താവുന്ന കുടുക്കിൽ നിന്നിട്ടും കെട്ടഴിച്ചു വിട്ട്. അവിടെ ഒരു അലങ്കാര പ്രയോഗം കൂടി ഉണ്ട് മാത്രം. അതായത് സാധാരണ ജിന്ന് ബാധ എന്ന് പറയുന്ന ഒരു കഴുത്ത് കുടുങ്ങുന്ന പോലെയുള്ളതാണ് ഈ അറബികൾ മനസ്സിലാക്കുന്നത്. കൗത്തുകാരിട്ട് കൊടുക്കും പോലെ ജിന്ന് കൊടുക്കുക എന്നാ പറയാം. അങ്ങനെയാണ് ഭ്രാന്ത് വരുന്നത്. അപ്പൊ ഈ കുടുങ്ങിയ കയറിനെ അഴിച്ചിടുമ്പോഴേ ആ ഭ്രാന്ത് മാറുള്ളൂ. അതിനാണ് കെട്ടഴിക്കൽ, മുട്ടറക്കൽ എന്നൊക്കെ ഈ ചികിത്സക്കാര് പറയുന്നത്. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കാണാം, ഒരു സ്ത്രീ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചിട്ട് പറഞ്ഞു, നബി, എന്റെ മോന് മാനസിക രോഗിയാണ്, പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയമായാലും അവന് വല്ലാതെ ഈ രോഗം ബാധിക്കും, അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ നെഞ്ഞത്ത് കൈകൊണ്ടൊന്ന് തടകിയപ്പോൾ എന്ന പെട്ടെന്ന് ആ കുട്ടി ഛർദിച്ചപ്പം ഒരു കറുത്ത നായക്കുഞ്ഞിനെ പോലത്തെ ഒരു സാധനം അതിൽ നിന്നിട്ട് എഴുന്നേറ്റ് ഓടിപ്പോകുന്നതായി കണ്ടു. പിന്നീട് ഒരിക്കലും ആ കുട്ടിക്ക് അങ്ങനെ മാനസിക രോഗം ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൈയും കാലും ചങ്ങലയൊക്കിട്ട് വെട്ടിബന്ധിച്ചിരുന്ന ഒരു മനുഷ്യന്റെ അരികെ എത്തിയപ്പോൾ എന്താണ് ഇയാൾക്കെന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് ഭ്രാന്താണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന നിലക്കുള്ള വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് കെട്ടിയിട്ടതാണെന്ന് പറഞ്ഞപ്പം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് ആ ചങ്ങല അയച്ചു മാറ്റി അയാളുടെ നെഞ്ഞിലൊന്ന് തടകി കൊടുത്തതോടുകൂടി അയാളുടെ രോഗം മാറി. ഇങ്ങനെ പല സംഭവങ്ങളുണ്ട്. അങ്ങനെ ലമമിന് ഭ്രാന്ത് എന്നർത്ഥം വെക്കാം. ഇനി വേറുണ്ട്, പാവങ്ങൾക്കും ലമമ് എന്ന് പറയാം. ഇല്ലല്ലമ എന്ന് ഖുർആനിൽ പറഞ്ഞല്ലോ, അവിടെ അങ്ങനെ നമുക്ക് ആർത്തും പറയും. അതായത് കുഫ്രിയത്തും ഷിർക്കും വലാലത്തുമാവുന്ന അങ്ങേ അറ്റത്ത പാപികളായിരിക്കുന്ന ആളുകളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ടൊന്ന് സ്പർശിക്കുന്നതോടുകൂടി അവരുടെ ഹൃദയത്തിൽ നിന്ന് പാപക്കറകളൊക്കെ നീങ്ങി ഈമാന്റെ നൂറാനിയത്ത് കൊണ്ട് ആ കൽബ് പ്രകാശിച്ചതായും എത്രയോ സംഭവങ്ങൾ അത്ഭുതകരമായി പറയാൻ കഴിയും. കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, മക്കത്ത് നിന്ന് ഇസ്ലാം മതം വിശ്വസിച്ചു എന്ന് അഭിനയിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കൂടിയിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനെ ത്വായിഫിലേക്ക് പുറപ്പെട്ട കൂട്ടത്തിൽ ഇയാളും കൂടെ കൂടി. അങ്ങനെ തക്കം പാർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപായപ്പെടുത്തണം എന്ന നിലക്ക് ഇയാൾ ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്നതിന്റെ ഇടയിൽ ശത്രുക്കളുടെ അപ്രതീക്ഷിതമായ ആക്രമണത്തിനിടയിൽ ബഹുമാനപ്പെട്ട സഹാബത്തിൽപ്പെട്ട പലരും പിന്തിരിഞ്ഞോടുകയും പലരും ചിഹ്നിച്ചിടുകയും ചെയ്തപ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് അടുത്ത് അധികം ആളില്ലാതെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമുള്ള സമയത്ത് നബി തങ്ങളുടെ അടുത്ത് എത്തിപ്പെടാൻ ഇയാൾക്ക് കഴിഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കൊണ്ട് മലായിക്കത്ത് ഇറങ്ങിയാണ്. അങ്ങനെ സന്ദർഭമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അടുത്തു വരുമ്പം നിറയെ അണിനിരന്നിരിക്കുന്ന മലായിക്കത്തിനെ ഇയാൾ കാണുകയാണ്. അയാൾ പേടിച്ച് വേജാറായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ആരാണ് ഈ കാണുന്ന ആളുകളൊക്കെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ നീ കാണുന്നുണ്ടോ? ആ, ഞാൻ കാണുന്നുണ്ടല്ലോ. അയ്യോ മോനെ, മോമിനീങ്ങൾ ആരും അത് കാണൂലല്ലോ. നീ മോമിനാണെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ നശിപ്പിക്കാനും മുസ്ലിങ്ങളെ ഹലാക്കാക്കാനും വരുന്ന ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് നീ എങ്ങനെ അത് കണ്ടത് എന്ന് പറയുകയും അടുത്തേക്ക് വിളിച്ച് ആ കൈ ഒന്ന് ആ നെഞ്ഞിലൊക്കുകയും ചെയ്തു. അതോടുകൂടി അദ്ദേഹം പറയാണ്, എന്റെ ഹൃദയത്തിന് എന്തോ ഒന്ന് സംഭവിച്ചു, ആകാശവും ഭൂമിയും ആകെ തുറന്നു കാണുന്ന പ്രതീതി. അതോടുകൂടി എന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയാകെ മാറി ഈ ലോകത്ത് ഞാൻ ഏറ്റവും മഹബത്ത് വെക്കുന്ന എന്റെ ഹബീബായി തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറി. അപ്പൊ നിറച്ച് കൽബിൽ കുഫ്രിയത്തും ചതിയും വെച്ചുകൊണ്ട് മനുഷ്യൻ കൈയൊന്ന് വെറുതെ നെഞ്ഞത്ത് ഇങ്ങനെ വെച്ചപ്പോ ഈമാനിന്റെ നൂറാനിയത്ത് കൊണ്ട് ആ കൽബ് പ്രകാശിച്ച് ആ കുഫ്രിയത്തിന്റെയും ഷിർക്കിന്റെയും പാപക്കറകൾ ശുദ്ധിയാക്കി. അങ്ങനെയും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. രണ്ടർത്ഥവും ശരിയാണ് താനും. മറ്റൊന്ന് ഈ പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പം മഴയില്ലാതെ വിഷമിച്ച് വരൾച്ച ബാധിച്ച് ഒരു നിവൃത്തിയുമില്ലാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന അറാബി വന്നുകൊണ്ട് പറഞ്ഞില്ലേ,
വഖദ് ശുഗിലത് ഉമ്മുസ്സബി അനിത്ത്ഫിലി എന്നിങ്ങനെ തുടങ്ങി പാട്ടുപാടി അവസാനം പറയാണ് എന്നതുവരെ. അഥവാ ഞങ്ങൾക്ക് എല്ലാ മാർഗവും അടഞ്ഞിരിക്കുന്നു, എല്ലാ വഴിയും അടഞ്ഞ് ഞങ്ങളിതാ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ആകെ നാശത്തിന്റെ വക്കിലാണ്. ഞങ്ങള് അള്ളാന്റെ ഹബീബെ, അള്ളാന്റെ മുർസലീങ്ങളിലേക്കല്ലാതെ എവിടുക്കാണ് ഞങ്ങൾ കുടുങ്ങുമ്പോ ഓടി വരാനുള്ളത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ് വലാ തജഅൽനാ മിനൽ ഖാനിതീൻ എന്ന് ആ മിമ്പറിൽ വെച്ചിട്ട് ദുആ ചെയ്യുകയും ഉടനെ പെട്ടെന്ന് കാർമേഘം വന്ന് മദീന മൂടുകയും ആ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മഴ വർഷിക്കുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലൂടെ മഴത്തുള്ളികൾ ഉതിർന്നു വീഴുന്നത് കാണുമായിരുന്നു. അങ്ങനെ പെയ്ത് 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 പിറ്റത്തെ ആഴ്ച വെള്ളിയാഴ്ച വരെ മഴ. ഈ അറബി നാട്ടിൽ ഒരാഴ്ച തുടർച്ചയായിട്ട് മഴ പെയ്താ എന്തായിരിക്കും അതിന്റെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ആ നിലക്ക് പിറ്റത്തെ ആഴ്ച ജുമാന്റെ സമയത്ത് അദ്ദേഹം തന്നെയോ അല്ലെങ്കിൽ അതുപോലെ മറ്റൊരാളോ വന്നിട്ട് പറഞ്ഞു, ഹബീബായ നബിയെ, ഹലാക്കായി പോയിരിക്കുന്നു, വെള്ളം കൊണ്ട് നടക്കാൻ വയ്യ, മൃഗങ്ങളൊക്കെ ഒലിച്ചു പോവുകയാണ്, കൃഷികളൊക്കെ ചീഞ്ഞു പോവുകയാണ്, ഇനി ഒന്ന് നിർത്താൻ വേണ്ടിയിട്ട് പറയണം എന്ന് പറഞ്ഞപ്പോ അഷ്റഫാക്കപ്പെട്ട കൈ കൊണ്ട് ഇങ്ങനെ ഇശാറത്ത് ചെയ്തിട്ട് അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന, ഇനി ഞങ്ങൾക്ക് മതി, ഇനി ചുറ്റുഭാഗത്തുള്ള മലകളിലും കുന്നുകളിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കൈ ചൂണ്ടുന്ന ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ മഴക്കാർ മാറുകയും ഒരു തൊപ്പിക്കുട പോലെ മദീന ഷരീഫ് സൂര്യപ്രകാശം കാണുകയും ചെയ്തു എന്ന് പ്രസിദ്ധമായ ഹദീസിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. വഅഹയത്ത് ജീവിപ്പിച്ചു, അസ്സനത്ത ഷഹ്ബാ വരണ്ടുണങ്ങി ക്ഷാരവർണമായ കൊല്ലത്തെ. സനത്ത് എന്ന് പറയുന്നത് തന്നെ സാധാരണ പ്രയോഗത്തിൽ സനത്ത് എന്ന് പറഞ്ഞാൽ വരൾച്ചയുടെ കാലത്തിനാണ് സനത്ത് എന്ന് പറയാ. മറ്റിന് ആം എന്നാ പറയാ. കൊല്ലത്തിന് എന്നുള്ള അർത്ഥത്തിന് ആം എന്ന് പറയും. സനത്ത് എന്ന് ഉപയോഗിക്കാറുണ്ട്, പക്ഷെ സാധാരണഗതിയിൽ സനത്ത് എന്ന് ഉപയോഗിക്കുക വരൾച്ച ബാധിച്ച കൊല്ലം. അതാ അഷഹ്ബാ എന്ന് പറഞ്ഞാൽ വെണ്ണീർ നിറമായിരിക്കുന്നു, ആകെ ഒരു കറുപ്പിന്റെ മോളെ വെളുപ്പ് പറഞ്ഞവർ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണങ്ങി വരണ്ട് ക്ഷാരവർണമായ അങ്ങനെ അത്രയും കടുത്ത വരൾച്ച ബാധിച്ച കൊല്ലത്തെ സജീവമാക്കി. എന്ത് ദഅവത്തുഹു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഒറ്റ ദുആ, അതാ മിമ്പറിൽ വെച്ചിട്ട് ഒറ്റ ദുആ. ആ ദുആ കഴിയേണ്ട താമസം ഖുതുബ കഴിഞ്ഞിറങ്ങാൻ പോലും സമയം കിട്ടിയില്ല, അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. പെയ്തിട്ട് സജീവമാക്കി. ഏതുവരെ? ഹത്താ ഹക്കത്ത് ഉറത്തൻ, കുതിരയുടെയൊക്കെ നെറ്റിമലുണ്ടാവുന്ന ആ വെളുത്ത പുള്ളിക്കാണ് ഉറത്ത് എന്ന് പറയാം. അതിന് ചൂട്ട് എന്നാ ഞങ്ങള് ഭാഷയിൽ പറയാം. മൂരിന്റെ ചൂട്ട്, കുതിരന്റെ ചൂട്ട് എന്നൊക്കെ പറയാം. അതിന്റെ നെറ്റിമൽ പുള്ളി ഉണ്ടാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന് പ്രശസ്തമായി നിൽക്കുന്നത് എന്ന അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. അപ്പോ ഹത്താ ഹക്കത്ത്, ആ വർഷത്തെ ചരിത്രം വർണ്ണിച്ചു. ഏതുപോലെ? ഉറത്തൻ ഫിൽ അസുരി ദുഹുമി, കറുത്തിരുണ്ട അഥവാ ധാരാളമായി മഴ വർഷിച്ച് ചെടികളും സസ്യങ്ങളും കൃഷികളും നിറഞ്ഞ് ഭൂമി കറുത്തിരുണ്ട് ഒരുപാട് കൊല്ലങ്ങളുണ്ട്. അങ്ങനെയുള്ള ക്ഷേമ സമൃദ്ധമായ കൊല്ലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ നെറ്റിയിലെ വെളുത്ത പുള്ളി പോലെ ശ്രദ്ധേയമാക്കി കളഞ്ഞു ഒരൊറ്റ ദുആ. വരണ്ടുണങ്ങി ഭൂമിയാകെ ക്ഷാരവർണമായിരുന്ന സ്ഥാനത്ത് അവിടത്തെ ഒരൊറ്റ ദുആ മഴ പെയ്ത് കൃഷി കൊണ്ട് സുലഭമായ ഭൂമിയെ ആ ഇരുട്ടിന്റെ കൂട്ടത്തിൽ ഇരുൾമുറ്റി ശ്രദ്ധേയമാക്കിയ കൊല്ലമാക്കി മാറ്റി. അഹിയത്ത് ദഅവത്തുഹു, നാ നേരെ വന്ന് ഫായിദ അഹിയത്ത് ദഅവത്തുഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ സജീവമാക്കി. എന്തിനെ? അസ്സനത ഷഹ്ബാ, വരണ്ടുണങ്ങി വിളർപ്പ് ബാധിച്ച കൊല്ലത്തെ സജീവമാക്കി ആ ദുആ. എത്രത്തോളം? ഹത്താ ഹക്കത്ത് ഉറത്തൻ, അത് ചൂട്ടിനോട് ഈ കുതിരയുടെ നെറ്റിയിലുണ്ടാവുന്ന വെളുത്ത പുള്ളിയോട് സാമ്യമായി സാദൃശ്യമാകുന്നത് വരെ. ഫിൽ അസുരി ദുഹുമി, കറുത്തിരുണ്ട കൊല്ലങ്ങളിൽ. കറുത്തിരുണ്ട കൊല്ലങ്ങൾ കുറേയുണ്ട്, അതായത് ധാരാളം മഴ വർഷിച്ചിട്ട് സസ്യങ്ങളും ചെടികളും ഒക്കെ ഉള്ള കൊല്ലങ്ങൾക്ക് അസുർ ദുഹും എന്ന് പറയും. അക്കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ശ്രദ്ധേയമായ സ്ഥാനത്ത് ഈ കൊല്ലത്തെ എത്തിച്ച് ഒരൊറ്റ ദുആ.
എന്തുകൊണ്ട് ഇങ്ങനെ ഒരൊറ്റ ദുആ ചെയ്തിട്ട് മഴ വർഷിച്ച് വരണ്ടുണങ്ങിയ ഭൂമിയെ ഏറ്റവും സജീവമായ നെറ്റിയിലുള്ള ചൂട്ടുപോലെ ശ്രദ്ധേയമാക്കുമാർ കറുത്തിരുണ്ട സസ്യങ്ങൾ നിറഞ്ഞതാക്കി? എന്തുകൊണ്ട്? ബിആരിളിൻ, ഒരു കാർമേഘം കൊണ്ട്. എങ്ങനത്തെ കാർമേഘമാണ്? ജാത, അതിങ്ങനെ ധാരാളമായി വർഷിച്ചു. ജാത എന്ന് പറഞ്ഞാൽ കസുറമത്രൂന്ന, ആരിള് എന്ന് പറഞ്ഞാൽ കാർമേഘം. എങ്ങനത്തെ കാർമേഘം? ജാത, അതങ്ങനെ ധാരാളമായി കുത്തിയൊഴുകുന്ന ഒരു മഴ കൊണ്ട്. ഏതുവരെ പെയ്തു? ഔഹിൽ തൽബിത്താഹ. ഔ എന്ന് പറഞ്ഞാൽ ഇലാ അന്നിന്റെ മാനക്കാവ് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിനല്ല. ബിആരിളിൻ ജാത, നിൽക്കാതെ ഒരാഴ്ചക്കാലം നിരന്തരം പെയ്ത മഴ, കാർമേഘത്തിൽ നിന്നുള്ള മഴ കൊണ്ട്. ഏതുവരെ പെയ്തു? ഇലാ അൻഹിൽ തൽബിത്താഹ. മസീലുകൾ, തെരുവോരങ്ങൾ, അതല്ലെങ്കിൽ മലഞ്ചെരുവുകൾ, ആ മലഞ്ചെരുവുകളെ നീ ഊഹിക്കുന്നത് വരെ. ബിഹാ, ഈ മഴ കാരണം സൈബുമ്മിനൽ യമ്മി, അവിടെ കടലിന്റെ ഒഴുക്ക് നടക്കുന്നു എന്ന് തോന്നുമാർ. എന്ന് പറഞ്ഞാൽ മലഞ്ചെരുവുകളുള്ള ആ ജലപ്രവാഹം കടലൊഴുകുകയാണോ എന്ന് തോന്നുമാർ. ഔ സൈലുമ്മിനൽ അരിമി, അതല്ലെങ്കിൽ പണ്ട് സബ രാജ്ഞിയായിരുന്ന ബൽഖീസിന്റെ കാലത്ത് സദ് മഗ്റബ് എന്ന പേരിൽ അറിയപ്പെടുന്ന സബയിലെ വലിയ അണക്കെട്ട്, ആ അണക്കെട്ട് തകർന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആ അണക്കെട്ട് പൊട്ടിയിട്ട് വെള്ളം വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ 3 കൊല്ലം മുമ്പ് ജിദ്ദയിലുണ്ടായി ഒരു വെള്ളം വരല്, ആ കോലത്തിൽ. അതാണ് സൈലുമ്മിനൽ അരിമി പറഞ്ഞത്. അണ പൊട്ടി ഒഴുകി വരുന്ന മഹാപ്രവാഹമാണോ അതല്ല കടലറ്റ് വഴിമാറി ഒഴുകുകയാണോ എന്ന് തോന്നുമാർ മലഞ്ചെരുവുകൾ കണ്ടാൽ അവിടെ കടൽ വഴിമാറി ഒഴുകിയതാണെന്നോ വല്ല അണക്കെട്ട് മുട്ടൊഴുകുകയാണെന്ന് തോന്നുമാറുള്ള ജലപ്രവാഹമുണ്ടാകുന്ന ഒരൊറ്റ മഴ. ആ ഒരു മഴ കൊണ്ട് വരണ്ടുണങ്ങി ചാരവർണം ബാധിച്ച ഭൂമിയെ കറുത്തിരുണ്ട സമൃദ്ധമായ കൊല്ലത്തിലെ പ്രത്യേകം ശ്രദ്ധേയമായ നെറ്റിത്തടത്തിലെ ചൂട്ടുപോലെ ഉയർന്നു നിൽക്കുന്ന ക്ഷേമത്തിന്റെ വർഷമാക്കി ആ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട ഒറ്റ ദുആ കൊണ്ട്. ഇങ്ങനെ ധാരാളം മുഅ്ജിസത്തുകളിലൂടെ അമ്പിയാക്കളുടേത് മൊത്തവും അവരുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തിലൂടെ ഈ ലോകത്ത് പ്രകടിപ്പിക്കുമ്പോൾ അവിടെന്ന് പറയുന്ന അമ്പിയാക്കന്മാർ പറയുന്ന ഏതൊരു അദൃശ്യ കാര്യങ്ങളാണെങ്കിലും അതിലൊരിക്കലും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അവർ സ്വപ്നത്തിൽ കാണുന്ന വഹിയാവട്ടെ ഉണർച്ചയിൽ കാണുന്ന വഹിയാവട്ടെ അതൊക്കെയും സത്യസമ്പൂർണമാണ് എന്ന് അവിടുത്തെ മുഅ്ജിസത്തുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് തെളിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദീകരിച്ചപ്പോൾ അടുത്ത കാലത്തൊന്നും തീരൂല എന്നുള്ളതൊക്കെ കുറച്ചും കൂടി നീട്ടി നമ്മളെ കാവുമ്പടി ഉസ്താദ് 10 ബൈത്താണ് ഓതീനി. അത് പൂർത്തിയാക്കട്ടെ. എന്നാ ഒരു ഫസൽ പൂർത്തിയായി ചെയ്ത് അടുത്ത ഫസലിലേക്ക് കിടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനിയുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട ഖുർആനെ സംബന്ധിച്ചുള്ള പരാമർശത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. സമയം കുറച്ച് നീണ്ടുപോയി. ഇനി ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചില്ലറ സംശയങ്ങളൊക്കെ ചോദിക്കലുമായിട്ട് ഇങ്ങനെ പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ മഹബത്ത് വെക്കാനും മഹബത്തിലൂടെ അവിടുത്തെ ഇത്തിബായ് ചെയ്ത് ഇഹ പരവിജയം നേടാനും ഹബീബിനോട് ഒന്നിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്കൊക്കെ ഇത് സബബായി അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നാൽ ഞാൻ തന്നെ ആദ്യം ചോദിക്കാം. ഞാൻ ബാങ്ക് കൊടുത്ത് വന്നതാണ്, നിസ്കരിക്കാൻ പോകണം. പിന്നെ അപ്പോൾ ഇവിടെ കുറച്ച് നേരത്തെ ഉസ്താദ് എൻ്റെ സംശയമായിട്ട് ഉസ്താദ് ഗണ്ണിക്കാനൊന്നുമില്ല, സംശയം അപ്പോൾ നമ്മൾ ചോദിച്ച് തീർക്കണം. നേരത്തെ ഉസ്താദ് ഒരു
ആളുടെ നെഞ്ഞത്ത് കൈവച്ചപ്പോൾ അദ്ദേഹത്തിന് കുഫ്രിയത്തിൽ നിന്ന് പിന്നെ ഈമാനിലേക്ക് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് സത്യവിശ്വാസിയായി മാറാൻ സാധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്തബായ അബൂ താലിബ് കുറേ കാലം റസൂലുള്ളാഹിക്ക് സഹായങ്ങളും അവിടുത്തെ സംരക്ഷണമൊക്കെ നൽകിയ അവർക്ക് ആ ഒരു ഭാഗ്യം റസൂലുമായിട്ട് ഇടപഴകിയിട്ട് കിട്ടിയിട്ടില്ലേ, അങ്ങനെയുള്ള അവസരമൊന്നും ലഭിച്ചിട്ടില്ലേ എന്നുള്ള സംശയം. ഈ സഹാബിക്ക് ഈ ആൾക്ക് നെഞ്ഞത്ത് റസൂലുള്ളാഹിന്റെ കൈ വെച്ചതോടുകൂടി സത്യവിശ്വാസം പുൽകാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു സംശയമുള്ളതുകൊണ്ടാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുറെ കാലായിട്ട് കീശേരി ആകെ ഒരു ചോദ്യം ചോദിക്കാണ്. മനസ്സിലായില്ലേ? മറ്റൊക്കെ സാധാരണ ചോദിക്കല് ഓരോരുത്തർ PM അടിച്ച് ചോദിച്ചത് ഹിക്കായത്ത് ചെയ്യാവ ചെയ്യുന്നത്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളവർക്ക്. ഇന്നിപ്പോ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ ഏതായാലും അത് പറഞ്ഞിട്ട് ബാക്കി കാര്യം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ ഹിദായത്തുൽ ലിസ്സവാബ് വബില്ലാഹി തൗഫീഖ്. അതായത് മൊയ്‌ദിമാല പന്തിന്റെ ഇടക്ക് കൈക്കൂട്ട ഉസ്താദ് അർത്ഥം വെച്ച് പോയല്ലോ. അന്ന് പറഞ്ഞല്ലോ എകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ പറയാവെന്നും കേട്ടോവർ. എന്ത് ചെയ്യണമെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള അനുമതി വേണം. ആ അനുമതി ലഭിക്കുന്നിടത്തെ അമ്പിയാക്കൾ എന്തും ചെയ്യൂ, ഔലിയാക്കൾ അവരെ പിന്തുടരുന്നവരായതുകൊണ്ട് അവരും എന്തും ചെയ്യൂ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം കൊടുത്ത ആളുകൾക്ക് അത് ലഭിക്കൂ. ആ ഭാഗ്യത്തെ പെട്ടിട്ടില്ല. വല്ലാഹുൽ മുഅതി വ അനൽ ഖാസിം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. വല്ലാഹുൽ മുഅതി, യഥാർത്ഥത്തിൽ എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. വ അനൽ ഖാസിം, അള്ളാഹു കൊടുക്കുന്നതിനെ ഞാൻ ഓഹരി ചെയ്ത് വീതം വെച്ച് ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. അപ്പൊ അള്ളാഹു കൊടുക്കാൻ കൽപ്പിച്ചവർക്കേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കൂ. അതുകൊണ്ടാണ് ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്ന് പറഞ്ഞ്. അപ്പൊ അള്ളാഹു കൊടുക്കുന്നത് ഹബീബിൻ മുഖേനയാണ്. ഹബീബിന് അള്ളാഹു തആല ഏൽപ്പിച്ചു കൊടുക്കുന്നു. അതിൽ നിന്ന് അള്ളാഹു അനുവദിച്ചവർക്ക് അള്ളാഹുവിന്റെ വേണ്ടുക പ്രകാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യുന്നു. അപ്പോ അബൂ ത്വാലിബിന് അത് വിതരണം ചെയ്യാൻ അള്ളാഹുവിന്റെ അനുവാദം കിട്ടിയിട്ടില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ എന്ന് പറഞ്ഞല്ലോ. അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ഹിദായത്ത് സൃഷ്ടിച്ചു കൊടുക്കാൻ അങ്ങേക്ക് സാധ്യമല്ല. അള്ളാഹു വേണ്ടുക വെച്ചവർക്ക് അള്ളാഹു കൊടുക്കുന്നു. അപ്പൊ അള്ളാഹു കൊടുക്കാൻ വേണ്ടുക വെച്ച ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൊടുക്കുന്നു. കൊടുക്കുന്ന ആള് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. പക്ഷേ ഉടമക്കാരൻ അള്ളാഹു ആയതുകൊണ്ട് അവൻ വേണ്ടുക വെച്ചവർക്ക് മാത്രമേ കൊടുക്കൂ എന്നർത്ഥം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹു തആല ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും മിഫ്താഹ് മുഴുവനും എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. ഈ മിഫ്താഹ് കൊടുത്താലും ഉടമക്കാരൻ അള്ളാഹുവാണ്. അവന്റെ വിശ്വസ്തനായ കാവൽക്കാരനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് യജമാനനാവുന്ന റബ്ബിന്റെ അനുമതിയോടുകൂടെ മാത്രമേ വിശ്വസ്തനായ കാവൽക്കാരൻ താക്കോല് തുറന്ന് അതിൽ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ കൊടുക്കൂ. അപ്പോ അപ്പറഞ്ഞ സാഹബി മാത്രമല്ല, വേറെയും പല സന്ദർഭത്തിലും കാണാം. ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ നെഞ്ഞത്തൊന്ന് വെച്ചതോടുകൂടി പെട്ടെന്ന് ഹിദായത്തും ഹബീബിനോടുള്ള മഹബത്തും വന്ന് ഈമാൻ കിട്ടിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് അങ്ങനെ അനുവാദം അള്ളാഹുവിൽ നിന്നിട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നു. അബൂ താലിബിനെ സംബന്ധിച്ച് അങ്ങനെ അനുവാദം അള്ളാഹുവിൽ നിന്നിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് ചെയ്തിട്ടുമില്ല. അത്രയും അർത്ഥമുള്ളൂ. അപ്പൊ ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, അതാണ് അതിന്റെ ചുരുക്കം. ഓക്കെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, വലിയൊരു ചോദ്യമല്ല. വന്നുൽ ഹമാമ എന്ന് പറയുന്ന ഈ മാടാപ്രാവ്, ഇന്ന് മക്കയിൽ കാണപ്പെടുന്ന മാടാപ്രാവ് ഈ
പിന്നെ പ്രാവിന്റെ അനുയായികൾപ്പെട്ടതാണോ എന്നറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. നല്ല ചോദ്യം. അതന്നെ, അതിന്റെ അനുയായികൾ മാത്രമല്ല അതിന്റെ മക്കൾ കുട്ടികളാണെന്ന അങ്ങനെ ഇമാമിയങ്ങൾ പലരും വിശദീകരിച്ചിട്ടുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശത്രുക്കളിൽ നിന്നിട്ട് മറയിടാൻ സബബായി അള്ളാഹു തആല തെരഞ്ഞെടുത്ത ഈ ഇടപ്രാവുകൾക്ക് അള്ളാഹു വലിയ ബറക്കത്ത് കൊടുക്കുകയും അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുകയും ചെയ്തതിനു ശേഷം അവ പരിശുദ്ധമായ ഹറമിൽ ജീവിക്കുകയും അവക്ക് അല്ലാഹു തആല അസാധാരണമായിരിക്കുന്ന ബറക്കത്ത് കൊടുത്ത് അങ്ങനെ ഹറമിലുള്ള എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി പ്രാവുകളുടെ പാരമ്പര്യത്തിന്റെ മാതാപിതാക്കൾ ഈ പ്രാവുകൾ ആയിരുന്നു ഇന്ന് നിലവിലുള്ള അവിടെ മനുഷ്യരുമായി ഇണങ്ങി ഇടപഴകി ജീവിക്കുന്ന ആ പ്രാവുകളൊക്കെ ഇവയുടെ പരമ്പരയിൽ വന്നതാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗത്തിൽ പ്രത്യേകമായ വല്ല പേരിലുമാണോ അറിയപ്പെടുന്നത്? എന്താണ് അങ്ങനെ പ്രത്യേകമായ പേര് സ്വർഗത്തിൽ വിളിക്കാൻ കാരണം എന്നറിഞ്ഞാൽ കൊള്ളാം. അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗത്തിൽ പ്രത്യേകമായി വിളിക്കപ്പെടുന്ന പേര് എന്റെ ഓർമ്മയിൽ ഇപ്പോഴില്ല, മനസ്സിലായില്ലേ? അതേസമയത്ത് ആദം നബി അലൈഹിസ്സലാമിനെ അബൂ മുഹമ്മദ് എന്ന പേരിൽ വിളിക്കപ്പെടും, അതെനിക്ക് ഓർമ്മയുണ്ട്. മറ്റേ ഞാൻ നിഷേധിക്കല്ല, ഇപ്പോൾ എന്റെ ഓർമ്മയിലില്ല. ഓർമ്മയില്ലാത്ത കാര്യം ഓർമ്മയില്ലാന്ന് തന്നെ പറയാണല്ലോ, പിന്നെ സുമാർ ഊഹിച്ചെന്തെങ്കിലും പറയുന്നതിന് മാനില്ല. സ്വർഗത്തിൽ രണ്ട് പ്രത്യേകത ആദം നബി അലൈഹി സ്വലാമിന്റെ എണ്ണിയ കൂട്ടത്തിൽ ഒന്ന് താടിയുള്ള ഏക മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാമാവും. എല്ലാരും വല്ലിപ്പാപ്പയായതുകൊണ്ട് ഈ കാരണം മൂപ്പര് താടിക്കാരന് സ്വർഗത്തിലും. ബാക്കിയുള്ളവർക്കൊന്നും സ്വർഗത്തിലെത്തിയ പിന്നെ താടി മീശയില്ല. ഒക്കെ പെണ്ണുങ്ങളെ പോലെ തന്നെ നല്ല നനുത്ത മിനുമിനുത്ത മുഖം, അതില് താടിയും മീശന്റെയും ഒന്നും ഒരു അടങ്ങേറും ഉണ്ടാവില്ല എന്നർത്ഥം. എന്നാൽ ആദം നബി അലൈഹി സ്വലാമിന്റെ പ്രത്യേക ആദരവിന് വേണ്ടി എല്ലാവരും വാപ്പ എന്നുള്ള ആൾക്ക് മഹാനവറുകൾക്ക് താടിയുണ്ട്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളാണ് എല്ലാവരുമെങ്കിലും ആദം നബി അലൈഹി സ്വലാമിന്റെ ബഹുമാനാർത്ഥം അബൂ മുഹമ്മദ് എന്ന പേരിൽ വിളിക്കപ്പെടുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആദം നബി അലൈഹി സ്വലാമിന്റെ മക്കളാവുന്ന മനുഷ്യവർഗത്തിൽ ഏറ്റവും മഹത്വവും ആദരവും സ്ഥാനവുമുള്ള ആളാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ എന്ന് പറയുന്ന സ്ഥാനം ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിനുള്ള ആദരവായി കൊടുക്കപ്പെടുന്നു. അങ്ങനെ അബൂ മുഹമ്മദ് എന്ന് ആദം നബി അലൈഹി സ്വലാമിനെ വിളിക്കപ്പെടും എന്നല്ലാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകമായി വിളിക്കപ്പെടുന്ന സ്വർഗത്തിന്റെ പേര് എന്റെ ഓർമ്മയിൽ ഇല്ല. അതുകൊണ്ട് മാരേഷ്. അസ്സലാമു അലൈക്കും. ഉസ്താദേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗാറ് സൗറിൽ താമസിച്ചപ്പോ ആ ചരിത്രം പറയുന്നു വിചാരിച്ചിരുന്നു, വൈദ്യനെ വിശദീകരിച്ചു കണ്ടില്ല. അവിടെ പിന്നെ ഒരു പാമ്പ് വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് കൊത്തിയെന്ന് പറയപ്പെടുന്നു. ഈ പാമ്പിനെ പറ്റി ചരിത്രത്തിൽ സാധാരണ പാമ്പാണോ അല്ല മറ്റൊന്നും പാമ്പാണോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലിൽ പാമ്പ് കൊത്തി എന്നത് സത്യമാണ്. പാമ്പ് കൊത്തുകയും കഠിനമായ വേദന കൊണ്ട് കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീരൊലിക്കുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖത്തേക്ക് ഉറ്റുകയും ചെയ്തപ്പോ പെട്ടെന്ന് നബി തങ്ങൾ ഞെട്ടി ഉണർന്ന് എന്തേ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോൾ എന്തോ വിഷജീവി കടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടത്തെ കാലിൽ ഉമിനീര് എടുത്ത് ആ കടിച്ച സ്ഥലത്ത് പുരട്ടിയപ്പോൾ വേദന അടങ്ങി. ഇത്രയും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ അപ്പുറം പണ്ഡിതന്മാര് പറഞ്ഞ പല കിതാബുകളിലും ചരിത്രങ്ങൾ പറഞ്ഞെടുത്ത് കാണാം, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതായത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ചിലർ ചരിത്രത്തിൽ കാണാം, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ആ നബിയുടെ അനുവാദത്തോടു കൂടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള
ആഗ്രഹം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും അങ്ങനെ ദീർഘായുസ് കൊടുത്ത് ആ ഗുഹയിൽ ഒളിച്ചിരിക്കുകയും ചെയ്തു. കാണാൻ വേണ്ടി വന്നപ്പം വയ്യൊന്നുമില്ല, എല്ലാ വയ്യും അടഞ്ഞു കിടക്കുന്നു. അങ്ങനെ തനിക്ക് വഴി കിട്ടാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഉമർ ഫാറൂഖ് അല്ല സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് കടിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഞാൻ കണ്ടിട്ടില്ല. മറ്റേത് ആദ്യം പറഞ്ഞത് റെഡിയാണ്. അതായത് കാല് വെച്ചെടുത്ത് പാമ്പ് കടിച്ചു, സൈക്കിൾ ചെയ്യാതെ വേദന കാരണം കണ്ണുനീരുറ്റി, അത് ഹബീബിന്റെ ഷർഫാക്കപ്പെട്ട മുഖത്തേക്ക് വീണപ്പം ഞെട്ടി ഉണർന്നു. കാര്യം ചോദിച്ചപ്പോൾ എന്തോ വിഷജീവി കടിച്ചിട്ടുണ്ടെന്ന് പറയുകയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഷർഫാക്കപ്പെട്ട ഉമിനീര് പരട്ടി വേദന മാറുകയും ചെയ്തു എന്നത് പ്രസിദ്ധമാണ്. അവിടുന്ന് അങ്ങോട്ടുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ആലിമീങ്ങൾ അതൊക്കെ കണ്ട ധാരാളം ആളുകൾ ഉണ്ടാകാം. ഞാനതിന് അങ്ങനത്തെ ഒരു ആലിമൊന്നുമല്ല, ഒരു സാധാരണ മോലിയാരിട്ടിയാണ്, മുത്താലിമാണ്. എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റഖത് ശംസുഹ ഫി ദാരിക സഅദി, അതേപോലെ അയാസനമൽ ഈദല്ലദി സഫഹു, ഈ രണ്ട് ബൈത്തും ചെറുതായിട്ട് വിശദീകരിച്ചെന്ന് കൊള്ളാൻ കഴിയും. അയാസനമൽ ഈദി എന്നാണ് പറഞ്ഞല്ലോ. അതായത് മക്ക മുശ്രിക്കുകളുടെ ചില പ്രത്യേക വിഗ്രഹങ്ങൾക്ക് കൊല്ലത്തിൽ നടക്കുന്ന ഒരു ഉത്സവമുണ്ട്. അങ്ങനത്തെ ഒരു ഉത്സവ ദിവസമായിരുന്നു ആ റബീഉൽ അവ്വൽ 12-ാം രാവ്. അങ്ങനെ ഉത്സവത്തിന് വേണ്ടി ധാരാളം ആളുകൾ തടിച്ചു കൂടിയിടത്ത് അവര് ഉത്സവപ്പറമ്പിൽ രാത്രി കൂത്തും പാട്ടും ഡാൻസും ഒക്കെ ആയി കഴിച്ചുകൂട്ടി പ്രഭാതത്തിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ വന്ന് നോക്കുമ്പോ ബിംബം വീണ് കിടക്കുന്നത് കണ്ടു. ആളുകളൊക്കെ വേജാറായി. അങ്ങനെ എടുത്ത് ചുകുരാക്കി വെച്ചപ്പോ പിന്നെയും വീണു, പിന്നെ അത് ചുകുരാക്കി വെച്ചപ്പോ പിന്നെയും വീണു, പിന്നെ അത് ചുകുരാക്കി വെച്ചപ്പോ പിന്നെയും വീണു. അങ്ങനെ 3 വട്ടം വീണപ്പോ നേരത്തെ തന്നെ സത്യാന്വേഷിയായിരുന്ന, ഏകദൈവ വിശ്വാസിയായിരുന്ന, എന്നാൽ സത്യദീൻ എന്താണെന്ന് അറിയാതെ മുശ്രിക്കീങ്ങളായ ആളുകൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇതൊക്കെ പിഴവാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗക്കാരാണ് അറബികളായ നമ്മള് എന്നറിയുകയും, പക്ഷെ എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മാർഗം, എങ്ങനെയാണ് അത് ജീവിക്കേണ്ടതെന്നും അറിയാത്ത സത്യാന്വേഷികളുടെ കൂട്ടത്തിൽപ്പെട്ട ഉസ്മാൻ ബിൻ ഹുവൈസ് എന്ന് പറയുന്ന ഒരു മാന്യൻ ഈ വിവിധഘട്ട ജാഹിലീങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പാടിയ ഒരു പാട്ടാണ്. അയാ സനമൽ ഈദില്ലദീ സഫഹു ലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി. സമീപത്തിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നും വന്ന പ്രമുഖരായ നേതാക്കന്മാരും വ്യക്തിത്വങ്ങളുമൊക്കെ ഈ ഉത്സവത്തിനു വേണ്ടി ഒരുമിച്ച് കൂടി നിന്നെ പൂജിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വിഗ്രഹമേ, എന്ത് പറ്റി നിനക്ക്? അയാ സനമൽ ഈദില്ലദീ സഫഹു ലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാ ദാക. നീ എന്താണ് ഈ തലകുത്തി മറിഞ്ഞു വീണ് കിടക്കുന്നത്? എന്ത് സംഭവിച്ചു നിനക്ക്? കുല്ലന, പറ ഞങ്ങളോട്, എന്താ നിനക്ക് പറ്റിയത്? ഫമിൻ ഹുസ്നിനാ ഖദ് ദറത്തിൽ ഈദു ബിസ്സുബി, എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ ഉത്സവ ദിവസം ഞങ്ങൾ ദുഃഖം കൊണ്ട് കണ്ണുനീർ പൊഴിക്കേണ്ട ഒരവസ്ഥ, സങ്കടപ്പെടുന്ന അവസ്ഥയിലേക്കാണല്ലോ ഞങ്ങൾ ബന്ധപ്പെട്ടത്. ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ നേരെ ഈ കൂടിയ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ കൂടിയ ആളുകളൊക്കെ ദൂര ദിക്കുകളിൽ നിന്ന് വരെ ഉത്സവത്തിന് വേണ്ടി ആവേശപൂർവ്വം വന്ന മഹാന്മാരാണ്, നേതാക്കളാണ്, ഗോത്രത്തലവന്മാരൊക്കെയാണ്. അവർക്കൊക്കെ ഇപ്പോ സങ്കടം കൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടാണ് വീണതെങ്കിൽ തെറ്റ് സംബന്ധിച്ച് പറയുകയും തെറ്റിൽ നിങ്ങൾ വിരമിക്കുകയും ചെയ്യാം. എല്ലാ വൈകുന്ത മഹലൂബൻ വനുക്കിസ്തറ, നിന്നെ പരാജയപ്പെടുത്തപ്പെടുകയും എളിമത്തരത്തോടുകൂടി തലകീഴാക്കപ്പെടുകയും ചെയ്യുമോ അന്തഫിൽ ഔസാനബി സയ്യിദ് റബ്ബി. വിഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട വിഗ്രഹമാവുന്ന നീ ഒരിക്കലും ഉടമക്കാരനോ രക്ഷിതാവോ ഒന്നും അല്ല, എന്തേ പറ്റിയതെന്ന് പറ എന്ന് ഈ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് വിഗ്രഹം ദൈവമല്ലെന്ന് വിശ്വസിക്കുന്ന, അതിനെ പൂജിക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന
ലോകത്തെ പടച്ച കാബത്തിന്റെ ഉടമയാവുന്ന ഒരു റബ്ബുണ്ടെന്ന് വിശ്വസിക്കുന്ന, എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്ത് യഥാർത്ഥം എന്താണെന്ന് അറിയാത്ത ഉസ്മാൻ ബിൻ ഉഫൈർ പാടിയതാ. അപ്പൊ ഒരു അശരീരി ശബ്ദ പിന്നെ കേൾക്കുന്നത്, അതുവരെയുള്ളൂ അയാളെ വാക്ക്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് കേട്ട ഒരു അശരീരി ശബ്ദ. തർദാലി മൗലൂദിൻ അളാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റബി. നിങ്ങൾ ചെയ്ത തെറ്റുകൊണ്ടെന്നോ അല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടെന്നോ ഒന്നും അല്ല, മറിച്ച് ഇത് മറിഞ്ഞു വീണത് എന്തിനാ കൂട്ടരെ നിങ്ങൾക്കറിയോ? തറദ്ദാലി മൗലൂദിൻ, ഒരു മഹാനായ കുഞ്ഞിന്റെ പിറവി കാരണമാണത് തകർന്നു വീണിരിക്കുന്നത് അല്ലെങ്കിൽ പൊടിഞ്ഞു വീണിരിക്കുന്നത്. അല്ലാഹു ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി, ആ ഹബീബിന്റെ തിരുജന്മം കാരണം ഭൂമത്തിന്റെ എല്ലാ ദിക്ക് മൂലകളും പ്രകാശപൂരിതമായിരിക്കുന്നു. അതുകൊണ്ട് ഖുസൈന്റെ പരമ്പരയിൽപ്പെട്ട ഖുറൈശികളെ, നിങ്ങൾ ഉണരൂ, നിങ്ങളുടെ ഈ വിവരക്കേടിൽ നിന്നിട്ടും ഈ ശിർക്ക് കുഫ്രിൽ നിന്നിട്ടും സത്യമാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കൂ എന്നൊരു അശരീരി കേട്ടു. അപ്പൊ ആദ്യത്തെ വരി ഉസ്മാൻ ഈ മുശ്രിക്കീങ്ങളെ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ചോദ്യം ചെയ്യുന്നതാണ്. അതിന് മറുപടി എന്നുള്ള ആൾക്ക് അശരീരി കേട്ടതാണ് പിന്നത്തത്. ഓക്കെ, പിന്നെന്തേ പറഞ്ഞ് ആക്കിഞ്ഞ് വിശദമായിട്ട് ഇനി എപ്പോഴെങ്കിലും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷറഫുല്ലാന മൗലൂദും മങ്കൂസ് മൗലൂദും ബദർ മൗലൂദും മൊയ്യദ്ദീൻ മൗലൂദും ഒക്കെ ഒന്നും ഇങ്ങനെ കുറേശ്ശെ അർത്ഥം വെച്ച് പോകണം. ഇതിനും വേണ്ട സമയവും വേണം, പിന്നെ അതിന് അറിവും വേണം. അത് ഇല്ലാഞ്ഞാട്ട് രണ്ടും കുറവാ. ഒന്ന് സമയക്കുറവ് നല്ലോണ്ട്, അതിലേറെ വിവരക്കുറവാണ് ഏറെ ഉള്ളത്. എന്നാലും കിട്ടണോളം എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഏതായാലും തുടങ്ങി വെച്ച വെറുതെ കയ്യത്തെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രഭാത സൂര്യൻ വിടർന്നുകൊണ്ടിരിക്കുമ്പോൾ സല്ലല്ലാഹു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ സലാത്ത് ഉണ്ടാവുമാറാകട്ടെ. മാ അശ്റഖത്ത് ശംസുദ്ദുഹ, പ്രഭാത സൂര്യൻ ഉദിച്ചുയരുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ. എന്തിന് ഫീ ദാലിക സായദി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് പറഞ്ഞ സായദ് ഏതാണ്? അതിന് മുമ്പ് അടുത്ത വരി നോക്കണം, അതിലാണ് ദാലിക സായദ് അറിയുന്നത്. മുമ്പ് പറഞ്ഞ വരി നോക്കാതെ എന്റെ അടുത്ത് കാണാപ്പാടം മൗലൂദിന് ഇതൊന്നുമില്ല. മുമ്പത്തെ വരി ഏതാ വെച്ചാൽ അതിലേക്ക് മടക്കിയിട്ട് ദാലിക സായദ് അറിയാം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സൂര്യോദയം പ്രഭാത സമയത്തിൽ സൂര്യ ഉദിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞത് ഖിയാമത്ത് നാൾ വരെ സൂര്യനും ചന്ദ്രനും ഉണ്ടല്ലോ. അപ്പൊ ഈ സൂര്യോദയം വരെ എന്ന് പറയാം ഖിയാമത്ത് നാൾ വരെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ സലാത്ത് ഉണ്ടാവുമാറാകട്ടെ. ഇതിന്റെ മേലത്തെ ഇത് നോക്കിയാൽ ദാലിക സായദിന്റെ അർത്ഥം കിട്ടും.